ആവർത്തന പുസ്തകം 6:1 നമുക്ക് വായിക്കാവുന്നതാണ്. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുകയാണ്. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും കൃപയിലും അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഏതാത്മാവിലാണ് എഴുതപ്പെട്ടത്, അതേ ആത്മാവിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ അവിടുന്ന് അധ്യക്ഷനായിരിക്കണം. ഈ വചനത്തിന് എല്ലാ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ, ദേശാധിപതികൾ, തൻ്റെ ജനത്തിന് കേൾക്കാൻ കഴിയാതെ ചെവികളെ അടച്ചു പിടിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ തന്ത്രങ്ങളെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അസമാധാനങ്ങളെ, എല്ലാ തടസ്സങ്ങളെ വ്യാപരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിൻ്റെ അധികാരത്തോടെ ശാസിക്കുന്നു, ഭർഷിച്ച് മാറ്റുകയാണ്. അവിടുന്ന് രക്തം കൊണ്ട് കഴുകണമേ, ശുദ്ധീകരിക്കണം. ഇന്ന് ദൈവപ്രവർത്തിക്ക് വേണ്ടി സമർപ്പിക്കുക. കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണം, എൻ്റെ വിഷയത്തിൽ ഇടപെടണം. ഞാനിന്ന് വന്നിരിക്കുന്ന ഓരോ മക്കളെയും ഇത് അനുഗ്രഹിക്കുവാൻ, ഇന്ന് ഈ വചനം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന ലോക രാഷ്ട്രങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ, നിങ്ങളുടെ വേദനയുടെ നടുവിലായിരിക്കുന്നത്, മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഏത് അവസ്ഥയിൽ കൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ, ഇത് കേൾക്കുമ്പോൾ പൂർണ്ണമായി കേൾക്കുവാൻ, ചാനൽ കേൾക്കുമ്പോൾ ചാനൽ മാറ്റുവാൻ ഇടവരുത്തരുത്. യൂട്യൂബിൽ കേൾക്കുമ്പോൾ അത് മാറ്റുവാൻ ഇടവരുത്താതെ പൂർണ്ണമായി കേൾക്കുമ്പോൾ ഇതിനകത്തൊരു വിടുതലുണ്ട്. പൂർണ്ണമായി സമയമെടുത്ത് തന്നെ കേൾക്കുക, സമയമെടുത്ത് തന്നെ കേൾക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായ സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായ സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവരെയും അനുഗ്രഹിക്കണം. അപ്പോൾ ഇന്ന് വന്നവർ അനുഗ്രഹത്തോടെ കടന്നു പോകാൻ, സന്തോഷത്തോടെ കടന്നു പോകുവാൻ തൻ്റെ മക്കളോടൊന്ന് സംസാരിക്കണം. നല്ല ആലോചനകൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് പോലും വരെ അനുവദിക്കല്. മാനുഷ്യമായ ശബ്ദമല്ല, ദൈവ ശബ്ദം കേൾക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് അവിടുന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുകയാണ്. അവിടുന്ന് കൂടെ ഇരിക്കണം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ആവർത്തന പുസ്തകം 6:1 നമ്മൾ വായിച്ചത്. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കണം. എന്നാൽ ഇസ്രായേൽ ജനം മിസ്രയിൽ നിന്നും പുറപ്പെട്ട് ദൈവം മോശ മുഖാന്തരം അടിമ വീടായിരിക്കുന്ന എവിടെയാ? മിസ്രൈമിൽ നിന്നും വിടിവിച്ചുകൊണ്ട്, മോശ മുഖാന്തരം വിടിവിച്ചുകൊണ്ട് ദൈവം കൊണ്ടുവരുമ്പോൾ അടുത്ത് പറയുന്ന ഭാഗമാണ്, നിങ്ങൾക്ക് അടിമ വീടുന്ന് വിടിവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമി നടക്കണം. ഒരു ചെങ്കടൽ കഴിഞ്ഞാൽ അടുത്തൊരു മരുഭൂമിയാണ്. മരുഭൂമി കഴിഞ്ഞാൽ അടുത്തൊരുക്കുന്നത് ഒരു ദേശമുണ്ട്, തേനും പാലും ഒഴുകുന്നൊരു ദേശം. ആ ദേശത്തിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ തേനും പാലും ഒഴുകുന്ന ദേശത്തിൽ കൊണ്ടുവരണം. ദൈവം ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കൾ നന്നായിരിക്കണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കണം, എൻ്റെ മക്കൾ നശിക്കാൻ പാടില്ലെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. തൻ്റെ മക്കൾ നശിച്ചു പോകാൻ പാടില്ല, തൻ്റെ മക്കൾ തകരാൻ പാടില്ല, തൻ്റെ മക്കൾ അലയാൻ പാടില്ല, അവർ വീണു പോകാൻ പാടില്ല എന്ന് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം, നമ്മുടെ അപ്പനായ ദൈവം, നമ്മുടെ സകലത്തിനുമായ ദൈവം, തൻ്റെ ദൈവം പറയുകയാണ്. ആമേ ഹല്ലേലൂയ. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം എവിടെയാ? ആ ദേശത്ത് നിങ്ങൾ ആമേൻ അനുസരിച്ച് നടക്കണം. നിങ്ങൾ അനുസരിക്കണം. എവിടെയും ഒരു അനുസരണ അനുഗ്രഹത്തിന് കാരണമാണ്. ഇത് ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? അനുസരിച്ചാൽ മാത്രമേ നമുക്ക് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തെത്തുമെങ്കിൽ ഞാനിന്ന് വിളിച്ച് പറയാം, അങ്ങനെ തേനും പാലും ഒഴുകുന്ന ഒരു ദേശമുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കുന്നൊരു സ്വർഗമുണ്ട്. ഒരു തേനും പാലും ഒഴുകുന്ന ഒരു സ്വർഗത്തിലേക്ക് നമ്മളെ ദൈവം വിളിക്കുന്നുണ്ട് കുഞ്ഞേ. ആമേ, ഒരു തേനും പാലും ഒഴുകുന്ന ഒരു സ്വർഗത്തിലേക്ക് ഒരു ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. തേനും പാലും ഒഴുകുന്ന ദേശത്തിലേക്കാ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ദേശത്തിലേക്ക് പോകുവാനാ
എല്ലാവരും ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നത്. അവിടെ അനുസരിക്കണം. നമുക്കനുസരിച്ചാൽ മാത്രമേ അത് കൈവശമാക്കാൻ പറ്റൂ. നിങ്ങൾ ആമേ അനുസരിച്ച് നടക്കേണ്ടതിന് നിൻ്റെ ജീവകാലമൊക്കെയും നീയും നിൻ്റെ മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടണം. കൽപ്പന അനുസരിക്കണം, ചട്ടങ്ങൾ അനുസരിക്കണം. നീ എന്നിട്ട് ഭയപ്പെടേണ്ടത്. നീ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാവും. ഇന്ന് ഭയപ്പെടണം. നീ ആരെ ഭയപ്പെടണം? അടുത്തുള്ളവരല്ല, നിന്റെ ചുറ്റുപാടുമുള്ളവരല്ല, നിന്റെ ശത്രുവിനെ നീ ഭയപ്പെടല്ലേ, ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് വിളിച്ചു പറഞ്ഞ് ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. സ്വർഗത്തിലെ ദൈവം ഒരത്ഭുതം ചെയ്യുക തന്നെ ചെയ്യുക. കാര്യമെന്നാണ്, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പന അനുസരിച്ച് നടന്നാൽ നീ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ ഈ ആവർത്തന പുസ്തകത്തിൻ്റെ 5:33 വാക്യം, അതിന് 38 വാക്യം കിടക്കുന്നു. 33. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവിൻ. എങ്ങനെ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന്, നിങ്ങൾ കൈവശമാകാൻ ചെന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കണം. നമ്മൾ ഒരിടത്ത് കടന്നു പോവുകയാണ്, ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു പോവുകയാണ്, ഒരു ദേശത്ത് കടന്നു പോകാൻ പോവുകയാണ്, ഒരു തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കടന്നു പോവുകയാണ്. നിങ്ങൾ ഒരു സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയ്ക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ, അവിടെ ചെന്ന് സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, എല്ലാ സൗഭാഗ്യമുണ്ടായി. അവിടെ താമസിക്കണമെങ്കിൽ, അവിടെ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം, ദൈവത്തിൻ്റെ ചട്ടം അനുസരിക്കണം. കുഞ്ഞെ, ദൈവമാക്കി വെക്കുന്ന എല്ലാം നിങ്ങൾക്ക് പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റും, നോക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. പക്ഷേ അവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ചട്ടം അനുസരിച്ചേ പറ്റൂ. എന്നാൽ പറയുന്നു, ബൈബിൾ വിളിച്ച് പറയുന്നു, നീ ദൈവത്തെ അനുസരിക്കണം, നന്നായിരിക്കണം. നിങ്ങൾ കൈവശമാകുന്ന ദേശത്ത് ദീർഘായുസോടെ. നമുക്ക് നന്മ കയ്യിൽ തരുമ്പോൾ അനുഭവിക്കാനുള്ളൊരു യോഗം കൂടെ വേണം, അല്ലേ? ദൈവമക്കളിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം. ഒരു വീട് വെച്ചാൽ നമുക്ക് പോരാ. വീട് വയ്ക്കുന്നവരെ ഓർത്ത് ഞാൻ പറയുക, വീട് വയ്ക്കുന്നതിനെ കുറിച്ച് പറയുക. നമുക്ക് നല്ലൊരു വീട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് സന്തോഷമായി താമസിക്കുക എന്നുള്ളൊരു ഭാഗ്യമാണ്. ഇന്ന് എത്രയോ വീടുകളുണ്ട്, സന്തോഷമായി താമസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനകത്ത് കയറുമ്പോൾ പുറവുറുപ്പുകളും അസ്വസ്ഥകളും അസമാധാനങ്ങളും. തൃശ്ശൂർ ഏതൊരു ഭാഗത്തുനിന്ന് വിളിക്കുന്നു, സ്ഥിരം വിളിക്കുന്നുണ്ട്. എന്നാൽ അവരെ മകനൊരു 38-40 വയസ്സായി. ഈ അമ്മയ്ക്കാണെങ്കിൽ അപ്പനില്ല, അമ്മയ്ക്കാണെങ്കിൽ 70 വയസ്സായി. എന്നിട്ടും തൊഴിലുറപ്പിനാണ് പോകുന്നത്, അവർ അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത്. പറയുന്നു, ഈ വീട്ടിൽ നിന്നിട്ട് ഒരു അനുഗ്രഹവും ഇല്ല. ഒരു സ്ഥലം മാറ്റി ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു അനുഗ്രഹമില്ല. അതുകൊണ്ട് ഈ വീട് വിറ്റിട്ടിന് വേറെ എവിടെയെങ്കിലും, വീട് വിൽക്കുന്നില്ലെങ്കിലും ഒറ്റയ്ക്ക് കൊടുക്കാൻ നോക്കും, നടക്കുന്നില്ല. വാടകയ്ക്ക് കൊടുക്കാൻ നോക്കി ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ വീട്ടിലവർക്ക് അനുഗ്രഹമില്ല. പക്ഷെ എന്ത് ചെയ്യണം? എൻ്റെ മോൻ്റെ വിവാഹം നടക്കുന്നില്ല. ഒരുപാട് വർഷം ശ്രമിക്കുന്നു. അമ്മയ്ക്ക് വയസ്സെത്ര? 70 വയസ്സായി. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹമില്ല. നമുക്ക് ചിലയിടത്തിൽ അനുഗ്രഹമില്ല എങ്കിൽ വചനം പറയുന്നു, അനുഗ്രഹിക്കണം. നിനക്ക് അനുഗ്രഹം ഉണ്ടാവണം. നീ ചവിട്ടുന്ന അടുത്ത് നിനക്കൊരു അനുഗ്രഹം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആലയത്തിൽ ചവിട്ടിയിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഇതിനകത്ത് കയറി വന്നവരോട് പറയുകയാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് ആരുന്നു മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വരും. നിനക്ക് ദീർഘായുസ്സുള്ള കാര്യമെന്നാണ്. നീ വരേണ്ട സ്ഥലത്താണ് വന്നിരിക്കുന്നത്, എത്തേണ്ട സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യുക. സ്വർഗത്തിലെ ദൈവം നിന്നെ കരുതുക തന്നെ ചെയ്യും. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ മകത്വം കൊണ്ട് താട്ടെ. ശംദല ബൗഡവ രാജപദീന രഗനി വൈഡവ രംദല ബൗഡവ രാജപദീന രീഗ വൈഡ മാന ദീനം ബൗഡവ രത്തല ബൗഡവ രാജപദീന രഗന. എൻ്റെ ദൈവനെ കാണുകയാണ്, എൻ്റെ ദൈവനെ കരുതുകയാണ്, എൻ്റെ ദൈവനെ സൂക്ഷിക്കുന്നതിനായി ശക്തിയോടെ. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി. ശബലബലബല ദിനവരഗന. നമ്മളെ ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാവണം. ഒരു അനുഗ്രഹമില്ല എങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചില്ല എങ്കിൽ അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കവിടെ അനുഗ്രഹം
നിങ്ങൾ കൈവശമാകുന്നിടത്ത് നന്നായിരിക്കണം. ദൈവം പറയുന്നു നന്നായിരിക്കണം. നിങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് നന്നായിരിക്കുന്നുണ്ടോ? അനുഗ്രഹങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് നല്ല വിടുതലുണ്ടോ? അതിനകത്ത് മാറ്റങ്ങളുണ്ടോ? ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കേ, ആ ഭവനത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട്, ആ ഭവനത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട്. ആ ഭവനത്തിന്, നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിനകത്ത് ഒരു അനുഗ്രഹം ഇല്ല എങ്കിൽ, അതിനകത്തൊന്നൊരു ഉയർച്ച ഇല്ല എങ്കിൽ, അതിനകത്തൊരു അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ ദൈവത്തോട് പറ, ദൈവമേ എന്തോ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, എന്തോ പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്താണ്? ദൈവത്തിനോട് ചോദിച്ച് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവഹിതമുള്ളിടത്ത് താമസിക്കുക, ദൈവഹിതമില്ലാത്ത താമസിക്കരുത്. ദൈവം അയക്കുന്ന സ്ഥലത്ത് അയക്കുക. കർത്താവേ, നീ അയക്കുന്ന സ്ഥലം, നീ അയക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ താമസിക്കുമ്പോൾ അവിടെ നന്നായിരിക്കണം. എത്രയോ കോടിക്കണക്കിന് രൂപകൾ മുടക്കി വീടുകൾ വെച്ചിട്ട് ഇന്ന് പല വീടുകൾ അടഞ്ഞു കിടക്കുകയാണ് സിറ്റിക്കകത്ത്. അവിടെ താമസം കൈവശമാക്കിയിരിക്കുന്ന ആരൊക്കെ അറിയാമോ? ഒന്ന് വവ്വാല്, അടുത്ത് വവ്വാലിൻ്റെ അടുത്ത് ഏറ്റവും കൂട്ടുകൂടിയിരിക്കുന്നത് ചെലന്തി കൂടുകൂട്ടിയിട്ടുണ്ട്. 3 പാറ്റ, പല്ലി, പഴുതാര, ഇഴജന്തുക്കൾ. കോടിക്കണക്കിന് വില മുടക്കി വീട് വെച്ചിട്ട് ഇതെല്ലാം അവർ കൈവശമാക്കിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ, കോടികൾ മുടക്കിയിട്ട് പഴുതാരയ്ക്കും ചെലന്തിക്കും പാറ്റയ്ക്കും ഇഴജന്തുക്കൾക്കും വവ്വാലിനും നരിച്ചൊരു സകലതും കൈവശമാക്കുമ്പോൾ അവർ വീട് അടച്ചിട്ടിട്ട് പറയും, എനിക്കതിനകത്ത് താമസിക്കാൻ പറ്റുന്നില്ല, ഇന്ന് അതിനകത്ത് താമസിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് വേണ്ടിയാണോ നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കോടികൾ മുടക്കി വീട് വെച്ചിരിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം തരുന്ന സ്ഥലത്ത് നമുക്ക് നന്നായിരിക്കണം. നിങ്ങൾ കൈവശമാകുന്ന ദേശം ദീർഘായുസ്സോടിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും, ദൈവം കൽപ്പിക്കുന്ന എല്ലാ വഴിയിലൂടെയും നടക്കണം. ദൈവം പറയുന്ന വഴിയിലൂടെ നടക്കാവൂ. ദൈവം പറയാത്ത വഴിയിൽ നടക്കരുത്. ദൈവമക്കളെ, ദൈവം പറയാത്ത വഴിയിൽ പോയാൽ നിങ്ങൾ പറയും, ദൈവം ഞാൻ ദൈവത്തിൻ്റെ വഴി ദൈവം പറയുന്നില്ല. ദൈവം പറയാത്ത വഴി മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാൻ ഇനി പോകാൻ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നത് പോലെ പലതും അടഞ്ഞു പോകും. കാര്യം എന്താണ്? ഏത് കാര്യത്തിനും ദൈവത്തിൻ്റെ ആലോചന ചോദിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഹിതം, അവിടെ ദൈവത്തിന്റെ പ്രവർത്തിക്കുവാൻ, ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ ഞാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരണം. കാര്യം എന്താണ്? നീ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കണം. കാര്യം എന്താണ്? നിനക്ക് തേനും പാലും ഒഴുകുന്ന ഒരു ദേശം ദൈവം ഒരുക്കുന്നുണ്ട് കുഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാനാണ് വിളിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കണം. ദൈവത്തിന്റെ വഴി അല്ലാത്ത വഴികൾ നടക്കരുത്. ആമേൻ. നമ്മൾ നടക്കുന്ന വഴി അറിയാം, കല്ലും മുള്ളും എല്ലാം നിറഞ്ഞ ഈ ലോകത്തിന്റെ വഴിയാണ്. സങ്കീർത്തനം 2 പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പേൻ. ഹല്ലേലൂയ. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. കാര്യം എന്താണ്? നമ്മൾ ദൈവം പറയുന്ന വഴിയിലൂടെ നടന്നില്ലെങ്കിൽ അതിനകത്ത് ഇവിടെ ദൈവം പറയാത്ത വഴിയിലൂടെ പോയാൽ ശത്രു പതിയിരിപ്പുണ്ട്. ഒരവസരം പാത്ത് എവിടെ പിശാച് പതിയിരിപ്പുണ്ട്. ഒരവസരം പാത്തിരിപ്പുണ്ട്. നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ട് ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ കയറിപ്പോയാൽ ഇപ്പം നമുക്ക് നേരെയും പോകാം, കുറുക്കർത്ത് പോകാം. ഒരു വീട്ടിൽ പോകണമെങ്കിൽ നേരെയും പോകാം, അങ്ങനെ ഇങ്ങനെയും കറങ്ങി വരാം, ഇങ്ങനെയും വരാം, ഏത് വഴിക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ദൈവം പറയുന്ന വഴിയാണ് യഥാർത്ഥ വഴി. ദൈവഹിതമില്ലാത്ത വഴിയിൽ കാല് വയ്ക്കരുത്. ദൈവഹിതമില്ലാത്ത കൂട്ടിൽ പോവരുത്. ദൈവഹിതമില്ലാത്തമായി യാതൊരു ബന്ധവും പാടില്ല. കാരണം ദൈവം പറയുന്നതാണ് ശരി. ദൈവം തന്നെയാണ് പറഞ്ഞു. യേശു പറയും, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ. നിനക്കൊരു യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുന്നു, ഇന്ന് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരോട് പറയുകയാണ്, നീ ദൈവത്തെ കൂടണം, ദൈവത്തെ ചോദിക്കണം, ഞാൻ പോകുന്ന വഴി ശരിയാണോ? കർത്താവേ, ഞാൻ പോകുന്ന വഴിയിൽ നീ എൻ്റെ കൂടെ ഉണ്ടോ? നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുത്. നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ, നീ പോകുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. മോശ പറഞ്ഞു, നീ വന്നില്ല എങ്കിൽ, നിന്റെ സാന്നിധ്യം വന്നില്ല എങ്കിൽ നീ എന്നെ അയക്കരുത്. കാര്യം എന്താണ്? ദൈവത്തിന് വിട്ടുള്ള കളിയില്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ കൊട്. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കൊട്. ദൈവത്തിന്റെ കരങ്ങളിൽ കൊട്. ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം. നിന്നെ ഒന്നുമില്ല എന്ന് അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ നീ മറക്കരുത്. രണ്ടാം വാക്യം 6:2. അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. ആകയാൽ ഇസ്രായേലേ,
ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത്, ഇവിടെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. ആമേ, ഹല്ലേലൂയ. വചനം പറയുന്നു, ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും, അതാ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കണം. ജാഗ്രതയോടെ കേട്ട് അനുസരിക്കണം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എവിടെയാ? ദൈവത്തിൻ്റെ വിളി എവിടെയാ? നിങ്ങളെ എവിടെ കൊണ്ടുപോകാനാ വിളിച്ചിരിക്കുന്നത്? ഈ ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് തേനും പാലും ഒഴുകുന്ന ദേശത്താണ്. ആമേ, ഹല്ലേലൂയ. സമർത്ഥമായി ഒരു സമൃദ്ധിയുടെ നാട്ടിലേക്കാ സ്വർഗം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ദേശത്ത് പോകാൻ വേണ്ടി എത്ര പേർക്ക് ഒരുങ്ങുന്നുണ്ട്? എത്ര പേരുന്ന് വരും? എനിക്കത് വേണോ? ഇന്ന് ഈ ചൂട് അനുഭവിക്കുന്ന ഉരുകുന്ന അനുഭവത്തിൽ അല്പ ചൂടടിച്ചപ്പോൾ തന്നെ ഇന്ന് പലതും തീർന്നുകൊണ്ടിരിക്കുകയാണ്. പല ദേശത്ത് ചൂടടിച്ച് പലതും തകർന്ന് തീയിലെ മത്ത് തകർന്നുകൊണ്ട് അല്പ ചൂടാണെങ്കിൽ ഇത് വിട്ട് ആമേ സ്വർഗത്തിലാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് AC ആണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ വിട്ട് ആമേ ദൈവഹിതമില്ലാത്ത വഴിയിൽ പോയി കഴിഞ്ഞാൽ ശത്രു കൊണ്ടുപോകുന്ന വഴിയുണ്ട്. പാതാളത്തിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ കത്തുന്നൊരു തീയുണ്ട്. ആ തീ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ചൂടേ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് അവിടുത്തെ ചൂട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് അല്പസമയം ഇപ്പം 34 ഡിഗ്രി ഉണ്ട്, ചൂടുണ്ട്. 34, 36 വരുന്നുണ്ട്. ഇത്രയും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ അയ്യോ ഇവിടെ ഓഫീസിൽ രണ്ടു വരുമ്പോൾ അയ്യോ പറ്റണില്ല. എങ്ങനെയാണ്? മാക്സിമം കാറ്റ് കയറ്റിയാണ്. ഹല്ലേലൂയ. നിൽക്കാൻ പറ്റണില്ല. എത്ര ഫാൻ ഇടാൻ പറ്റുമോ മാക്സിമം പിടിച്ചു വയ്ക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നത്? നമ്മളെ ശരീരം തണുപ്പിക്കും. ഹല്ലേലൂയ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല, AC കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആരും വീശി തരാൻ കൊണ്ട് പറ്റത്തില്ല. നീ ഒറ്റയ്ക്കായിരിക്കും. ആമേ, അവിടെ ഒറ്റയ്ക്കായിരിക്കും. ദൈവം നിന്നെ വിളിച്ച വിളി അനുസരിച്ച്, ദൈവഹിതത്തിന്റെ വഴി അനുസരിച്ച്, ദൈവം പറയുന്ന അനുസരിച്ച് നടന്നാൽ, നീ ചട്ടങ്ങൾ അനുസരിച്ചാൽ, ദൈവ പൈതലേ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്ന ആദ്യം ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിക്കണം. അത് കഴിയുമ്പോൾ അടുത്ത് പറയുന്നു, നീ അപ്പനും അമ്മയും ബഹുമാനിക്കണം. ദൈവത്തെ അനുസരിച്ചാൽ ഒന്ന് ദീർഘായുസ് ഉണ്ടാവും. അടുത്ത് നീ അത് പറഞ്ഞാൽ വചനം അനുസരിച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയും അനുസരിക്കും അല്ലേ, അവരെ ബഹുമാനിക്കും, ദീർഘായുസ് ഉണ്ടാവും. ദൈവം അടുത്ത് പറയുന്നു, നന്മ തരുമ്പോൾ നിനക്ക് അനുഗ്രഹം തരും. പാലും തേനും ഒഴുകുന്ന ദേശത്ത് ആമേ വർദ്ധിക്കേണ്ടതിന് വർദ്ധിക്കും. ഈ വർഷത്തെ വചനം വർദ്ധിക്കും. നീ യെശയ്യാവ് 9:3 വാക്യം ആ വർധന കിടക്കുന്നു. എന്ത് വർധനയാണ്? ആമേ, നീ വർദ്ധിച്ചില്ല, ജാതി വർദ്ധിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാർ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയാകുന്നു. ഇതിനകത്തൊരു വർധനയുണ്ട്. അനുഗ്രഹത്തിലേക്ക് 6-ാം മാസത്തിലേക്ക് വരുമ്പോൾ ഒരു വർധനയുടെ കരം പിടിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ കൈപിടിക്കുന്നു. ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഏറ്റവും വർദ്ധിക്കണം. ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ മക്കളെ വർദ്ധിക്കണം. എങ്ങനെ? ആരോഗ്യത്തിൽ വർദ്ധിക്കണം. ഒന്ന് ആത്മീയയിൽ വർദ്ധിക്കണം. ആദ്യത്തെ വർധന എന്ന് പറയുമ്പോൾ ആത്മീയയിൽ വർദ്ധിക്കണം, പ്രാർത്ഥനയിൽ വർദ്ധിക്കണം, ദൈവത്തിൽ നിൽക്കുന്നതിൽ വർദ്ധിക്കണം. അത് കഴിയുമ്പോൾ ആത്മീയയിൽ വർദ്ധിച്ചിട്ട് ജഡത്തിൽ വർദ്ധിക്കണം. ആത്മീയയിൽ വർധന, ആരോഗ്യത്തിൽ വർധന, സകലത്തിലും വർധന. നമുക്ക് ആത്മീയയിൽ വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരോഗ്യത്തിലും വർദ്ധിക്കും. നമുക്ക് നല്ല ആരോഗ്യം വേണം, വേണ്ടേ? ദൈവമക്കളെ, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഒന്ന് നടക്കണമെങ്കിൽ, അടുത്ത സ്റ്റെപ്പ് വയ്ക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഇന്ന് പലരും ഒരു കാല് വെച്ചു, അടുത്ത രണ്ടാമത്തെ കാല് വയ്ക്കാതെ അവിടെ ആ സ്പോട്ട് നിൽക്കുന്നുണ്ട്. പറ, ആ ദൈവത്തിൻ്റെ ഹിതമല്ല, ദൈവഹിതമല്ല. ദൈവത്തിൻ്റെ വഴി നടക്കുന്നവൻ്റെ കാലുകൾ ഇടറിപ്പോകത്തില്ല, അവൻ പരാജയപ്പെടത്തില്ല. കാര്യം എന്താണ്? നീ നന്നായിരിക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നു. നീ നന്നായിരിക്കണം. എൻ്റെ മകൻ നന്നായിരിക്കണം, എൻ്റെ മോള് നന്നായിരിക്കണമെന്ന് എനിക്ക് നല്ല പദ്ധതിയുണ്ട്. അതിനെക്കാട്ടിലും സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ മക്കൾ നന്നായിരിക്കണമോ? നിങ്ങളുടെ തലമുറ നന്നായിരിക്കണമോ? നിങ്ങൾക്ക് നശിച്ച് കാണണമോ? മക്കൾ തെറ്റ് പറയുമ്പോൾ, അല്ല മോള് തെറ്റ് പറയുമ്പോൾ, മോൻ തെറ്റ് പറയുമ്പോൾ അവിടെ കൂടെ നിന്ന് യെസ് വെച്ച് കൊടുക്കുന്നതല്ല യഥാർത്ഥമായ വിശ്വാസിയുടെ. മക്കൾ തെറ്റ് പറഞ്ഞാൽ അതല്ല, എനിക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇതിലേക്കൂടെ പറഞ്ഞാൽ നല്ലപോലെ എന്ത് ചെയ്യണം? ചട്ടവും പഴിപ്പിച്ച് വെക്കണം. ചട്ടവും പഴിപ്പിച്ച് ഇന്ന് പറഞ്ഞാൽ ചെവി പിടിച്ചാലൊന്നും കേൾക്കത്തില്ല. നല്ലൊരു ശിക്ഷ കൊടുക്കണം. കാര്യം എന്താണ്? എടാ, നമ്മളെ
നമ്മളെ ദൈവം കൊണ്ടുവന്നു. മോളെ, ദൈവം നമ്മളെ കൊണ്ടുവന്നു. ദൈവത്തിനെ വിട്ടുള്ള കളി വേണ്ട. ദൈവഹിതം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതം നന്മ പ്രാപിക്കും. നിന്റെ ജീവിതം അനുഗ്രഹിച്ച് നന്നായിരിക്കണമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭാവി നന്നായിരിക്കണമോ? നിങ്ങളുടെ ജീവിതം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞാൽ ജോലി കിട്ടി, നന്നായി. അത് കഴിയുമ്പോൾ വിവാഹങ്ങൾ അതും നന്നായിരിക്കണം. കുടുംബങ്ങൾ നന്നായിരിക്കണം. ആമേ ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും സ്വരച്ചേർച്ചകളാണ്, അസമാധാനങ്ങളാണ്. എന്നാൽ കുടുംബം നേരെ കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന് മാത്രമേ പറ്റൂ. ആമേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളോട് വിളിച്ചു പറയുന്നത്, നീ ഏറ്റവും വർദ്ധിക്കണം. അനുഗ്രഹത്തോടെ നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നോ, നീ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ നിന്നെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിക്കും. നീ കേട്ട്, ഈ വചനം കേട്ട് ജാഗ്രതയോടെ അനുസരിക്കണം. ഈ വചനം കേട്ടിട്ട് നിസ്സാരമായിട്ട് കാണരുത്. ഈ വചനം കേട്ടു, അങ്ങേര് പറയും, ഞാനല്ല, എൻ്റെ അപ്പനാണെന്ന് സംസാരിക്കുന്നത്. നീ ജാഗ്രത എന്ന് പറയുമ്പോൾ ഒരപകടം എവിടെയോ പതിയിരിപ്പുണ്ട്. ചിലയിടത്ത് ജാഗ്രത, അപകടം. വണ്ടി ഓട്ടിക്കുമ്പോൾ അല്ലേ ജാഗ്രത. കാര്യം എന്താ? വളവിൽ അപകടം പതിയിരിപ്പുണ്ട്. അതാണ് ജാഗ്രത. ശ്രദ്ധിച്ചു പോകണം. ലൈറ്റ് മിന്നിയും ചുവപ്പ് ലൈറ്റൊക്കെ മിന്നിയും അണഞ്ഞു എന്താ നിൽക്കുന്നത്, സിഗ്നലൊക്കെ. ജാഗ്രത. അവിടെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചു പോകണം. ജാഗ്രതയോടെ, ശ്രദ്ധയോടെ. നമ്മൾ ശ്രദ്ധയോടെ പോകുന്നുണ്ട്, ജാഗ്രതയോടെ പോകുന്നെങ്കിൽ അപകടങ്ങൾ ഒഴിഞ്ഞു പോകും. എന്നാൽ നമുക്ക് ആവർത്തന പുസ്തകം 8:1 വായിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. വീണ്ടും അതേ ഭാഗം തന്നെ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് സത്യം ചെയ്ത ദേശം, ഏതാ? തേനും പാലും ഒഴുകുന്നത്. ആ ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമി നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. ദൈവ പൈതലേ, ദൈവം നടത്തിയ വിധം ഓർക്കണം. ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കണം, മറക്കരുത്. നിങ്ങളെ കൊണ്ടുവന്ന വിധങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അന്നത്തെ പോലെയാണ് ഇന്ന്. നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങൾ ദൈവത്തെ അറിയുന്ന മുമ്പേ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരുന്നു, മറക്കരുത്. ഇന്ന് ജീവിതത്തിൽ മറന്നു പോകരുത്. നിന്റെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ഞാൻ അനുഭവിച്ച വേദന ആമെ മറുതുണിക്ക് ഒരു തുണിയില്ല, അല്ലേ? ഉടുതുണിക്ക് മറുതുണിയില്ല. ആമെ അനുഭവിച്ച വേദനകൾ, ഇന്ന് പാത്രങ്ങൾ, അവസ്ഥകൾ, ഇതെല്ലാം കാണുമ്പോൾ, നല്ല മേശകൾ കാണുമ്പോൾ പറയണം, ഞാൻ ഒരിടത്തൂടെ തറയിലാ ചെന്നിരുന്നത്. ആമെ ഇതെല്ലാം ഓർമ്മിക്കണം. ഒന്നും വിട്ടുപോകരുത്. ദൈവം നടത്തുന്ന വിധങ്ങളെ നീ പറഞ്ഞു കൊടുക്കണം. ഇപ്പം അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം തരുമോ? ഇപ്പം തലമുറയ്ക്ക് മനസ്സിലാവില്ല. കാണുമ്പോൾ എല്ലാം ഉണ്ട്, നല്ല കളറടിച്ച പെയിന്റ്, നല്ല തറ, എല്ലാ സെറ്റപ്പും ഉണ്ട്. കാര്യം ഇതൊന്നും ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു. ആമേ, ചെവരുണ്ടെങ്കിലേ ചിത്രം എഴുതാകൂ. ചെവര് വന്നപ്പോ ചെവര് വരാൻ കാര്യമുണ്ട്. നീ ഒരു സമയത്ത് ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ച വിധങ്ങള് മറക്കരുത്. ദൈവസന്നിധിയിൽ തന്നിട്ട് ഒരു അനുഗ്രഹത്തിന്, ദൈവം ഒരു നന്മ തന്നാൽ നന്ദിയോട് കാണിക്കരുത്. ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചാൽ ദൈവസം നന്ദിയുള്ളവളായിരിക്കണം. അത് ആർക്കാതെ ആ വ്യക്തി മുമ്പിൽ നിൽക്കണം, യുദ്ധം ചെയ്യണം ദൈവത്തിന് വേണ്ടി. മറ്റുള്ള മുമ്പിൽ തല കുനിക്കരുത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച വിധങ്ങള്, ഞാൻ നിന്നെ നടത്തിയ വിധങ്ങള്, നിന്നെ അടിമ വീട്ടുന്ന 40 സംവത്സരം നടത്തിയ വിധങ്ങള്, 40 സംവത്സരം അടിമ വീട്ടുന്ന ദൈവം നടത്തിയ വിധങ്ങളെ മറക്കരുത് കുഞ്ഞെ. ദൈവം നിന്റെ അടിമ വീട്ടിലായ മിസ്രൈമിൽ ഫറവോന്റെ അടുത്തുനിന്ന് അടിമ വീട്. നിങ്ങളുടെ പഴയ കാലങ്ങൾ അടിമ വിടലേ, നിങ്ങളെ കുടുംബങ്ങൾ അടിമ വിടലേ.
നിങ്ങൾ അടിമ വീട്ടിൽ പോലെ നിങ്ങൾ ചവിട്ടും കുത്തും കൊണ്ടില്ലേ? എന്തായാലും അനുഭവം കൊണ്ടോ, കുടുംബത്തിലെ സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ? അടിമ വീടായിരുന്നില്ലയോ? ഈ അടിമത്തം പൊട്ടിച്ചത് എവിടെയാ? യേശുവിനെ അറിഞ്ഞപ്പോഴാ. അത് മറന്നു പോകല്ലെന്ന് വചനം വിളിച്ചു പറയുകയാണ്. നിങ്ങൾ മറക്കരുത്. നിങ്ങളെ നടത്തുന്ന വിധങ്ങൾ നിങ്ങനെ പറയുന്നു, തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കണം. ഇത് ഹൃദയത്തിനകത്തിരിക്കണം. അറിയുവാന് നിന്നെ 40 സംവത്സരം എവിടെ നടന്നു? മരുഭൂമിയിൽ. നിങ്ങൾ 1-2 ദിവസമല്ല, ഇസ്രായേൽ നടന്ന 40 സംവത്സരം. എത്ര ദിവസം കൊണ്ട് കൈവശമാക്കേണ്ടത്? 1 മാസം കൊണ്ട് കൈവശമാകേണ്ടത് നടന്നത് 1-2 ദിവസമല്ല, 40 സംവത്സരമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം കൈവശമാക്കേണ്ടത് അനുസരിച്ചില്ല എങ്കിൽ നീണ്ടുപോകും, വർഷം നീണ്ടുപോകും. നീ ദൈവസ്ഥലം അനുസരിച്ചില്ല എങ്കിൽ വർഷം നീണ കാര്യം ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പം തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ അനുഗ്രഹം കിട്ടാത്ത കാര്യം നിങ്ങളുടെ ദുർനടപ്പ് തന്നെയാണ്. നിങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ചില്ല, നിങ്ങളുടെ പിറുപിറുപ്പ് തന്നെയാണ്, നിങ്ങളുടെ അവിശ്വാസം തന്നെയാണ് നിങ്ങളുടെ അനുഗ്രഹം കിട്ടാത്തത്. ഹല്ലേലൂയ. ദൈവം വിളിച്ചിറക്കി പറഞ്ഞു, ഞാൻ നിനക്ക് അനുഗ്രഹം തരാം, നന്മ തരാം, പാലും തേനും ഒഴുകുന്ന ദേശത്തിനെ കൈവശമാക്കി തരാം എന്ന് ചെന്നപ്പോൾ മരുഭൂമിയിൽ ആദ്യത്തെ അത്ഭുതം എവിടെ കണ്ടു? ചെങ്കടൽ കണ്ടു. ജനം ചെങ്കടൽ കണ്ടു. ആദ്യത്തെ സ്നാനം 40 ലക്ഷം ജനങ്ങള് ചെങ്കടൽ ഇറങ്ങി. ചെങ്കടൽ ആദ്യത്തെ സ്നാനം കഴിയാണ്. ആദ്യത്തെ സ്നാനം ആദ്യം ദൈവം വിളിച്ചിറക്കി കഴിഞ്ഞാൽ നിന്നെ ഒന്ന് കഴുകും. നീ ദൈവത്തിന്റെ സ്ഥലം കഴുകുവാൻ വേണ്ടി തയ്യാറാകണം. ഒന്ന് കഴുകി അടുത്ത ദൈവം നടത്താൻ പോകുന്ന മരുഭൂമിയിലാണ്. ഒരു കഴുകലുണ്ടെങ്കിൽ ഒരു പരീക്ഷണം ഉണ്ട്, അല്ലേ? യേശുക്രിസ്തുവിന്റെ പരീക്ഷണം ഉണ്ടായിരുന്നു. കഴുകിക്കഴിഞ്ഞാൽ മരുഭൂമിയിൽ നടന്നു. ഈ മരുഭൂമിയിൽ നടന്ന സമയത്ത് എന്ത് ചെയ്തു? ചൂടടിച്ചു. ചൂടും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിയുള്ള ദൈവം കൂടെ ഇരുന്നു. എന്നാലും മനുഷ്യനിൽ എന്ത് ചെയ്തു? ചില അസ്വസ്ഥതകൾ വന്നു. ദാഹിച്ചപ്പോൾ പുറുറുപ്പാൻ തുടങ്ങി. എന്താണ്? അടുത്ത് വിശന്നപ്പോൾ പുറുറുപ്പാൻ തുടങ്ങി. ആഹാരം കഴിച്ചു ചോദിച്ച് ഞങ്ങൾക്ക് ഇറച്ചി വേണം, പലതും ചോദിച്ചു. ദൈവം ചോദിച്ചതെല്ലാം കൊടുത്തു. വെള്ളം ചോദിച്ചപ്പോൾ ഒരു ഉറവ തന്നെ തുറന്നു കൊടുത്തു. നീ ഒരു കുപ്പി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ബാറിൽ ദൈവം തുറന്നു തരും. ഹല്ലേലൂയ. അതാ നമ്മുടെ ദൈവം ഇന്ന് പറയണം, അപ്പാ എനിക്ക് കുടിക്കാൻ 1 ഗ്ലാസ് വെള്ളം വേണം എന്ന് നീ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാറിൽ 10,000 ടാങ്കർ നിന്നെ കൊണ്ടുവച്ച് തരും. കാര്യം തന്നെ ആ ദൈവം അങ്ങനെയാ തരുന്നത്. അവൻ വലിയവനായതുകൊണ്ടാ വലിയ തലത്തിൽ അനുഗ്രഹിക്കുന്നത്. ഈ ജനത്തിന് കുടിക്കുവാൻ 40 ലക്ഷം ജനത്തിന് കുടിക്കുക എത്ര ലിറ്റർ വെള്ളം വേണം? എത്ര ലിറ്റർ വെള്ളം വേണം? കണക്കുണ്ടോ? നമുക്ക് തന്നെ ഇപ്പോൾ എത്ര ലിറ്റർ വെള്ളം വേണം? നമുക്ക് ഒരു കുടുംബത്തിൽ കൂടി പോയാൽ 1000-2000 അല്ലെങ്കിൽ ഒരു ദിവസം 5000 ലിറ്റർ വെള്ളം ചിലവും. അപ്പോൾ ഇത്രയും ജനത്തിന് എത്ര ലിറ്റർ വെള്ളം ദൈവം കൊടുക്കണം? അത്രത്തോളം വെള്ളം, വലിയൊരു ഉറവ ദൈവം മരുഭൂമിയിൽ തുറന്നു. ദൈവം തുറന്നു കൊടുത്തു. എന്നാൽ ഇതെല്ലാം അനുഭവിച്ചു. മരുഭൂമിയിൽ നിന്ന് വെള്ളം കുടിച്ചു, മരുഭൂമിയിൽ നിന്ന് മന്ന ഭക്ഷിച്ചു, സകലതും നന്മകൾ പ്രാപിച്ചു. എവിടെ നിന്നാണ് പ്രാപിച്ചത്? മരുഭൂമിയിൽ വെച്ച്. ഒരനുഗ്രഹം ദൈവസന്നിധിയിൽ പ്രാപിച്ചിട്ട് അവസാനം അനുഗ്രഹം ദൈവസന്നിധിയിൽ വന്ന് പ്രാപിച്ച് മന്നയും ഭക്ഷിച്ചു, വെള്ളവും കുടിച്ചിട്ട് അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോട് കാണിക്കുന്നത് ദൈവത്തിന് കോപം വരും. കുഞ്ഞെ, ദൈവത്തിന് നന്ദിയോട് ദൈവം ക്ഷമിക്കത്തില്ല. ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിച്ചിട്ട് നീയോ ഞാനോ നന്ദിയോട് കാണിച്ചാൽ എൻ്റെ ദൈവം ക്ഷമിക്കത്തില്ല. ക്ഷമിക്കോ ബ്രദറെ? ഇല്ല. ക്ഷമിക്കോ? ഇല്ല. കാര്യം വചനം പറയും, നടത്തിയ വിധങ്ങൾ നിങ്ങൾ ഓർക്കണം. നിന്നെ നടത്തിയ വിധങ്ങൾ നീ ഓർക്കണം. നിന്നെ ഒന്നുമില്ലായ്മയെന്ന് കൊണ്ടുവന്ന വിധങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ എന്ന് വല്ലപ്പോഴേക്കൊക്കെ ഓർക്കണം കേട്ടോ. നമ്മൾ പഴയ നാളെ എങ്ങനെയായിരുന്നു? അന്നത്തെ സൈക്കിളിലാണ് അന്നത്തെ രീതി. എല്ലാവരും സൈക്കിളിൽ പോകുമ്പോൾ ഞാൻ കൊതിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്കൊരു സൈക്കിളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ദൈവ സൈക്കിൾ തന്നു. അങ്ങനെ പെട്ടെന്നും തന്നില്ല. അന്നത് യേശുവിനെ അറിഞ്ഞിട്ടൊന്നുമില്ല. യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ കിട്ടുമായിരുന്നു. പക്ഷേ യേശുവിനെ അറിയുമ്പോൾ ഇങ്ങനെ വീണുപോയ സമയത്തൊക്കെ ഇങ്ങനെ ഏറ്റവും ഒരു പഴയ സൈക്കിൾ 2500 രൂപ സൈക്കിൾ കിട്ടി അന്നത്തെ വിലയ്ക്ക്. അന്ന് വില കൂടുതലാണ്, സൈക്കിൾ വില കൂടുതലാണ്. സൈക്കിൾ കിട്ടി. അത് കഴിഞ്ഞു എല്ലാ അറിവും ഞാനൊക്കെ വന്നു, ദൈവത്തെ അടുത്തു, യേശുവിനെ ഒന്ന് അറിഞ്ഞപ്പോൾ ഒരു ആക്റ്റീവ് കിട്ടി. യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ആക്റ്റീവ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ യേശുവിനെ കൂടുതൽ രുചിച്ചറിഞ്ഞപ്പോൾ എന്ത് കിട്ടി? കാറ് കിട്ടി. ഹല്ലേലൂയ. കാര്യം അതാണ് പറഞ്ഞത്, നടത്തിയ വിധങ്ങൾ. എല്ലാവരും പോകുമ്പോൾ സൈക്കിൾ പോകുമ്പോൾ ആഗ്രഹിച്ചു. അതാ നടത്തിയ വിധങ്ങൾ. എല്ലാവരും നടന്നു പോകുമ്പോൾ, എല്ലാവരും വാഹനത്തിൽ പോകുമ്പോൾ, ഞാൻ എൻ്റെ മോളെയും കുഞ്ഞിനെയും കൊണ്ട് ഒരു മല ഇങ്ങനെ നടന്നു പോകാറ്. കുടുംബത്തിൻ്റെ കയറ്റം കയറും. അവിടെ ഓർമ്മിക്കുന്നു, സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെ കയറ്റം കയറി കിതയ്ക്കും.
സാന്ത്വനം എടുത്തിട്ട് കുടുംബം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ നടന്ന് കിതയ്ക്കുമ്പോൾ പറയും, അയ്യോ ഞങ്ങൾക്ക് വണ്ടിയില്ല, ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് അവിടെ കൂടെ കാറിൽ ചീറിപ്പോയപ്പോൾ അവിടെ പറയും, ആ കിതച്ച സ്ഥലം ഞാൻ മറക്കത്തില്ല. ആ സ്പോട്ടിൽ നിന്ന് പറയും. ശമ്മൽ ചോദിക്കും, പപ്പ ഇവിടെ നിന്നാണോ ചേച്ചിയെ കൊണ്ട് കിതച്ചത്? ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആ ക്യാറ്റ് എപ്പോഴും ഉണ്ട്. ഇവളെടുത്തുകൊണ്ട് ഇങ്ങനെ ബസ് ഇറങ്ങി, ബസ് അവിടെ പോകത്തില്ല. അവിടെ ഏതാണ്ട് കുറേ ദൂരമുണ്ട് നടക്കുവാൻ. ഇങ്ങനെ കിതയ്ക്കും, മാറിയും തിരിഞ്ഞു എടുക്കും. ഇവളെ നടക്കത്തില്ല, കുഞ്ഞല്ലേ, എടുത്തുകൊണ്ട് ഇങ്ങനെ കിതയ്ക്കും. ഇന്ന് എവളെ ഇരുത്തിക്കൊണ്ട് പാഞ്ഞു പോകുമ്പോൾ അവിടെ ഓർമ്മിക്കും, എൻ്റെ അപ്പൻ നടത്തിയ വിധങ്ങൾ. അന്നത്തെ സ്ഥിതി അല്ല ദൈവമക്കളെ. നമ്മളെ നടത്തുന്ന വിധങ്ങളെ മറക്കരുത്. കാര്യം എന്താണ്? ആ ചൂട് നമ്മുടെ നിന്ന് പോകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് ആ ചൂട് വേണം. ദൈവത്തിൻ്റെ ചൂട്, ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ ചൂട് എപ്പോഴും. ഹല്ലേലൂയ. ഇന്ന് പലരും ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, നമ്മൾ വണ്ടിയിലൊക്കെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ ഒരു സമയത്ത് നമ്മളിതുപോലെ നിന്ന് പലരും ആമേ നമ്മൾ ആ കൂട്ടത്തുണ്ടായിരുന്നു. ഇന്ന് ദൈവം അവിടെ നിന്ന് വ്യത്യസ്തമായി. ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവം നമ്മളെ മറ്റൊരിൽ കയറ്റി വിട്ട വിധങ്ങൾ, നടത്തിയ വിധങ്ങൾ, ദൈവം നിന്നെ സൂക്ഷിച്ച വിധങ്ങൾ, നിന്നെ പരിപാലിച്ച കാക്കയ്ക്കും പൂച്ചയ്ക്കും മറ്റുള്ള കഴുകന്മാർക്കും കൊടുക്കാതെ നിന്നെ തകർന്നു പോകാൻ മരുഭൂമിയിൽ വെച്ച് നീ നശിച്ചു പോകേണ്ട വിധങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ച വിധങ്ങൾ. ശത്രു എപ്പോഴും നിനക്ക് എത്ര പ്രാവശ്യം നിന്നെ തൊടുവാൻ വന്നു, ദൈവം വിട്ടുകൊടുത്തില്ല. ദൈവം വിട്ടുകൊടുത്തില്ല. ദൈവസൂക്ഷ മരുഭൂമിയിൽ നടത്തിയ വിധങ്ങൾ രണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. മരുഭൂമിയിൽ നടത്തിയ വിധങ്ങൾ ഒക്കെയും നീ ഓർക്കണം. നിങ്ങൾക്കൊരു മരുഭൂമി ജീവിതമുണ്ടായിരുന്നു, എനിക്കൊരു മരുഭൂമി ജീവിതമുണ്ടായിരുന്നു. ഈ മന്ന ടി വിയിലൂടെ, മീഡിയയിലെ, യൂട്യൂബിൽ ചേർക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കൊരു മരുഭൂമി ജീവിതമുണ്ട്. ഇന്ന് മരുഭൂമിയിൽ നിന്നാണ് ഈ വചനം കേൾക്കുന്നത്. അല്ല വിദേശ രാജ്യങ്ങളിലാണ്, അല്ല ദുബായിലോ ഷാർജയിലോ മസ്കറ്റിലോ ഏത് വിദേശ രാജ്യം മരുഭൂമിയിൽ നിന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതം ഒരു മരുഭൂമിയാണ്. കാര്യം എന്താണ്? നിനക്കൊരു മരുഭൂമിയെ കുറിച്ച് പറയാനുണ്ട്. ദൈവം നടത്തിയ വിധങ്ങൾ മറക്കരുത്. മരുഭൂമിയിൽ നിന്ന് ഓർക്കണം. മരുഭൂമിയിൽ നടത്തിയ വിധങ്ങൾ. മരുഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ചൂടാണ്. ഒന്ന് എങ്ങനത്തെ ചൂടായിരിക്കും? മരുഭൂമിയിൽ തണലുണ്ടോ? തണലില്ല, ഒരു വൃക്ഷവുമില്ല. രണ്ട് അനുഭവമാണ്. മണലിലൂടെ നല്ല ചൂടും സൂര്യൻ്റെ രണ്ട് ചൂടും. കാല് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. എങ്ങനെയായിരിക്കും? പപ്പടം എടുത്ത് എണ്ണ നല്ല തിളപ്പിച്ചിട്ട് കാലെടുത്ത് വയ്ക്കും പോലെ ആയിരിക്കും. നല്ല അടിപൊളി ചൂടായിരിക്കും. അവസാനം ഈ ചൂട് സഹിച്ച് നടന്നു പോകുമ്പോൾ മുകളിലത്തെ ചൂട്, രണ്ടും ഒരുപോലത്തെ ചൂട്. ആ ചൂടിനകത്താണ് എൻ്റെ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ പകൽ മേഘസ്തംഭവും രാത്രി അക്കിരതുണായി ദൈവം നിനക്ക് കൊട പിടിച്ചു തന്നത്. കരിഞ്ഞു പയ്യില്ല, നീ ഞാൻ കരിഞ്ഞു പോയില്ല. ദൈവം കൊട പിടിച്ചു തന്നു. എങ്ങനെ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതുണായി. എന്നിട്ടും പറഞ്ഞു, നീ നടന്ന ചെരുപ്പ് തേഞ്ഞില്ല. മോശ തൻ്റെ ജനം നടന്ന ചെരുപ്പ് തേഞ്ഞില്ല. വസ്ത്രം ചീത്തയായോ? ഇല്ല. ദൈവം അണിയിച്ച വസ്ത്രങ്ങൾ ചീത്തയാവത്തില്ല. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താണ്. നടത്തിയ വിധങ്ങൾ, നമുക്ക് തന്ന നന്മകളെ നമ്മളെപ്പോഴും ഓർക്കണം. നിങ്ങൾ വല്ലപ്പോഴേക്കല്ല ഓർക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹം തന്നെ ഓർക്കണം. നന്ദി. ദൈവസ്ഥലോട് സ്തോത്രം പറയുന്നത് ഓർക്കുമ്പോഴൊക്കെ സ്തോത്രം പറയണം. നിങ്ങൾ നല്ല സ്ഥലത്ത് നല്ല സെറ്റുവിലൊക്കെ ഇരിക്കുമ്പോൾ, നിങ്ങളെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഓർക്കണം, ഇതൊക്കെ ദൈവം തന്ന ദൈവത്തിന് മഹത്വം. ചോദിക്കും, സൗകര്യം എങ്ങനെയാണ് ഈ വീടൊക്കെ കിട്ടിയത്? എങ്ങനെയാണ് ഈ വീട് വെച്ചത്? ബ്രദറെ, സാക്ഷി പറയാൻ പോയിക്കോളണം. ദൈവം തന്നതാണ്, ദൈവം അനുഗ്രഹിച്ചാണ്. ഒരു സാക്ഷി പറയണം, അതിനകത്ത് പറയണം, എൻ്റെ അപ്പനാണ് നടത്തിയത്. അല്ല മറച്ച് വെച്ചും കൊണ്ട് എന്തെങ്കിലും ഗുണ്ടായ്പ് കാണിക്കുമെങ്കിൽ ദൈവം പറയും, നീ ഓർക്കുന്ന നല്ലതാ, വല്ലപ്പോഴേക്കും ഓർക്കുന്ന നല്ലതാ. നീ നടത്തിയ വിധങ്ങളെ നീ മറക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ ദൈവത്തിന് കൊടുത്തോ. ദൈവം നടത്തിയ വിധങ്ങളെ നീ മറക്കരുത്, നന്ദിയോട് കാണിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. മറക്കുമെന്ന് നല്ല ദൈവത്തിന് അറിയാം. ഈ ജനം മറക്കും. ചെങ്കടൽ ഇറങ്ങിയപ്പോഴേ അനുഗ്രഹം കണ്ടപ്പോൾ അടുത്ത് വന്നപ്പോൾ വീണ്ടും ദൈവത്തിനെതിരെ സംസാരിച്ചു അല്ലേ? മറക്കുന്നത് കൊണ്ടാണ് ദൈവം ആവർത്തിച്ച് ഇവിടെ പറഞ്ഞത്, നീ മറക്കരുത്. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രം, അന്നത്തിന് വേണ്ടി മാത്രമല്ല. 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ നിൽക്കുന്നു. വെള്ളിയാഴ്ച തുടങ്ങിയതാ, വെള്ളി ശനി ഞായർ 3 ദിവസം പൂർണ്ണമായി ഫാസ്റ്റിംഗ് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പത്തിന് വേണ്ടിയല്ല. ഇന്ന് ലോകത്തിൻ്റെ അപ്പം തിന്നുകൊണ്ടല്ല, സ്വർഗത്തിലെ വചനം കഴിച്ചുകൊണ്ട്. ദൈവമക്കളെ, ഉപവാസം എന്ന് പറയുമ്പോൾ രാവിലെ മൊത്തം കഴിച്ചിട്ട്, രാവിലെ മൊത്തം ഉപവസിച്ചിട്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി 12 മണിക്ക് തിന്നും കൊണ്ട് രാവിലെ ഉപവാസം എന്ന് എനിക്ക് പറയാൻ പറ്റൂല. 4 നേരവും ആഹാരം മാറ്റിവെച്ചു.
സാധാരണ ഞാൻ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 12 മണിയാകുമ്പോൾ എൻ്റെ വയറാടും. പിന്നെ ഞാൻ എൻ്റെ തലയൊക്കെ എങ്ങോട്ടൊക്കെ പോകും. ചിലപ്പോൾ ഇവിടെ നിൽക്കി വേറെ രാജ്യത്തൊക്കെ പോവും. തലക്കറക്കം വരും, വയറ്റിൽ കൂടെയൊക്കെ റോക്കറ്റൊക്കെ പോവും. പക്ഷേ 3 ദിവസം കൊണ്ട് ഒന്നും വരുന്നില്ല. കാര്യം എന്താണ്? ഇതിന് ഭയങ്കര ഉറപ്പാണ്. ഇപ്പോൾ ഇത് ഉപവാസം ഇതെല്ലാം കഴിഞ്ഞു, ഇവിടുത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഒരു വിശപ്പൂടെ വരും. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ഒരു വിശപ്പ് വരും, അല്ലേ? എവിടെ കൂടെ ഒരു വിശപ്പ് വരും. രാത്രി വീണ്ടും ഒരു വിശപ്പ് വരും. ഇപ്പോൾ നമ്മൾ ഉപവാസത്തിൽ കഴിയുമ്പോൾ രാത്രിയും ഇല്ല, പകലും ഇല്ല, 12 മണിക്കും ഇല്ല, 1 മണിക്കും ഇല്ല. ചിലപ്പോൾ നമുക്ക് ദാഹമില്ല. കാര്യം എന്താണ്? ദൈവം തരുന്ന മന്ന അത്രയും ശ്രേഷ്ഠമാണ്. ദൈവം തരുന്ന ആഹാരം ശ്രേഷ്ഠമാണ്. നമ്മൾ കഴിക്കുന്ന മന്ന സ്വർഗത്തിലെ മന്നയാണ്. അതാ ബിഷപ്പിന് മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ വരുന്ന വചനം സകല വചനം കൊണ്ട് ജീവിപ്പിക്കുന്നു എന്ന് ഗ്രഹിക്കണം. നീയും നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. നിന്നെ പോഷിപ്പിച്ച ദൈവം. ഒരു സമയത്ത് നിങ്ങൾക്ക് ആഹാരമില്ല, ഒരു സമയത്ത് ആഹാരം ഉണ്ടായിരുന്ന ദൈവമക്കളെ ഇല്ല. ഒരു പിടി അരിയെടുത്ത് നിങ്ങൾ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾക്കും കൊടുത്തു, നിങ്ങളുടെ ഭർത്താവിനും കൊടുത്തിട്ട് എൻ്റെ സഹോദരിമാരാണ് കൂടുതൽ. സഹോദരിമാർ വയറിറുക്കിയ അനുഭവം ഇല്ലേ? ഇല്ലേ? ഇത് കേൾക്കുമ്പോൾ ഇല്ലേ? നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കും, ആദ്യം മക്കൾക്ക് കൊടുക്കും, ഭർത്താവിനും കൊടുക്കും. ആദ്യം ഭർത്താവിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ സ്വമാറും, അല്ലേ? ഭർത്താവിനും മക്കൾക്ക് ഒരുമിച്ച് കൊടുക്കും. എന്നിട്ട് സഹോദരിമാരെ വയറൊന്ന് ഇറുക്കി പിടിക്കൂലേ? അമ്മമാരെ വയറിറുക്കി പിടിച്ചിട്ട് ആടൻ പറയില്ല. എന്നിട്ട് അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? വെറും വെള്ളം, അതിനകത്ത് 2 പറ്റ് മാത്രം കാണും. അമ്മ ആ 2 പറ്റും വെള്ളവും കുടിച്ചും കൊണ്ട് ആരുടെടുത്തും പരിഭവം ഒന്നും പറയാതെ, മക്കൾ സുഖം, എൻ്റെ മോൻ ഉറങ്ങുന്നുണ്ടോ, എൻ്റെ മോൾ ഉറങ്ങുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങുന്നുണ്ട്. പക്ഷെ അമ്മ ആരോടും പറയുന്നില്ല. നീ എടുക്കുന്ന അളവ് ആര് കാണുന്നു? സ്വർഗത്തിൽ അപ്പൻ കാണുന്നു. ആമേ, ഹല്ലേലൂയ, അല്ലേ? അനുഭവമുള്ള ഒരുപാടുണ്ട്. അന്നത്തെ കാലങ്ങൾ നടത്തിയ വിധങ്ങൾ. 1 പിടി അരി എടുത്തു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്ക് കൂടുതൽ വയ്ക്കാൻ ഉള്ളതുകൊണ്ടാ, ഇല്ലാത്തതുകൊണ്ടാ. അത്രയും ദാരിദ്ര്യം, അത്രയും പട്ടിണി. ആമേ, ഹല്ലേലൂയ. സഹോദരിമാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പണ്ടത്തെ മൺകലമുണ്ട്, നല്ലപോലെ വഴിച്ചെടുക്കും. ഇന്ന് അങ്ങനെ ഉണ്ടോ? ഇന്നും കുറേ അങ്ങ് വെച്ചിട്ട് വെള്ളവും വീത്തിയ കളയാണ്. നിങ്ങളില്ലെങ്കിൽ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ ഭവനങ്ങളുണ്ട്. ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാം ഇളച്ചെടുക്കത്തില്ല, അല്ലേ? പണ്ട് അമ്മമാർ നല്ലപോലെ ഇളച്ചെടുത്തല്ലോ കുറേ പറ്റൂടനകത്തിടും. പറ്റിയിട്ടിട്ട് ഇതിനങ്ങ് ഗ്രേവി കൂടെ അങ്ങ് അരപ്പിലിട്ട് അങ്ങ് സെറ്റ് ചെയ്യും. ഇത് പറയുന്നത് എനിക്ക് നാണക്കേടില്ല, അനുഭവമുള്ള എനിക്ക് പറയാം. പറ്റിയിട്ടിട്ട് എൻ്റെ അമ്മ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്ത കാര്യമല്ല കേട്ടോ. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ പണക്കമല്ലല്ലോ. എൻ്റെ അമ്മ ചെയ്ത കാര്യമാണ്. പക്ഷേ ഇത് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇങ്ങനെ സെറ്റ് ചെയ്തെന്ന് പറയും, 2 പിടി വാക്കകത്ത് കുത്തിത്തരും. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങൾ. അന്ന് ദാരിദ്ര്യ നടുവിലും ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്നത്തെ തലമുറകൾ ഇങ്ങനെ ചെയ്യുമോ? ഇന്ന് പകുതി കറി എടുക്കും, പകുതി ചട്ടിയിലിടും, കുറേ വെള്ളവും വീത്തും. അപ്പോൾ ഇത് ഒരു സമയത്ത് ഇതില്ലാത്ത അനുഭവത്തിലേക്ക് കയറി വന്നവർ പറയും, നടത്തിയ വിധങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, നിന്നെ പോറ്റിയ വിധങ്ങൾ, ദൈവം നിന്നെ പോറ്റിയ വിധങ്ങൾ മറക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായ എന്താണ്? അനുഗ്രഹം ഉണ്ട്. ഇന്ന് കലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾ ഭരണിയിൽ എന്ത് വേണം? എണ്ണയുണ്ടാവും, അരിയുണ്ടാവും, മാവുണ്ടാവും, സകലം. കാരണം നിന്റെ കിളിവാതിൽ തോന്ന് അനുഗ്രഹിച്ചു. ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവം കരുതുന്ന വിധങ്ങളെ നിങ്ങൾ മറക്കരുത്. സകലത്തിൻ്റെ മേൽ നിന്റെ ദൈവം മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. 40 സംവത്സരം. അടുത്ത 4-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, 40 സംവത്സരം നിന്റെ വസ്ത്രം ജീർണിച്ചില്ല, നിന്റെ കാൽ വീങ്ങിയതില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തും പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ച് കൊള്ളണം. ദൈവം എങ്ങനെ? ആദ്യം അനുഭവം നോക്കിക്കൊള്ളണം. ആമേൻ. 40 സംവത്സരം ദൈവം
നിനക്ക് ധരിക്കാൻ തന്ന വസ്ത്രം ജീർണിച്ചില്ല. ഇവിടെ ഇന്നിട്ട് കഴിഞ്ഞ് നമുക്ക് അടുത്ത കഴിയുമ്പോൾ ഉടനെ മാറ്റിയില്ലെങ്കിൽ പറയും ഇവനെ നാറ്റം പിടിച്ചിനകത്ത് കയറ്റാൻ പറ്റണില്ല, വീട്ടിലും കയറ്റാൻ പറ്റണില്ല, ചെന്ന് കുളികട നിന്റെ വസ്ത്രം നാറ്റമാണ്. ഇത് ഒന്നിനിടയിൽ 40 ദിവസം ഈ വസ്ത്രം ജീർണിച്ചില്ല, അഴുക്ക് പിടിച്ചില്ല, നാറ്റം വെച്ച കാര്യം എന്താണ്? ധരിപ്പിച്ചത് സ്വർഗമായിരുന്നു. നിന്നെ ധരിപ്പിച്ചത് സ്വർഗമായിരുന്നു. നിന്റെ കാല് നിന്റെ കാല് ചെരുപ്പിടുന്ന ആരാണ്? സ്വർഗമാണ്. അതുകൊണ്ടാ നിന്റെ കാല് വിങ്ങി പൊട്ടില്ല. കുറേ ദൂരം ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറേ നടക്കണം. നമ്മൾ നടക്കാൻ പറയും കാല് നീര് അല്ലേ? കാല് നീര്. കാര്യം എന്താണ്? ദൈവഹിതമില്ലാത്ത യാത്ര ചെയ്താൽ നീര് കയറും. ദൈവഹിതമില്ലാത്ത യാത്രയ്ക്ക് പോയാൽ നീര് കയറും. ദൈവം പറഞ്ഞ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ നീര് കയറത്തില്ല. കാര്യം എന്താണ്? ദൈവം പറഞ്ഞിട്ടാ നടന്നത്. അതുകൊണ്ട് കാല് വിങ്ങിയില്ല, വിങ്ങി പൊങ്ങിയില്ല. ഹല്ലേലൂയ. വിങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവം ചില ശിക്ഷകൾ തരും. മുഷിയരുത്. ചില അടികൾ തരും. ദൈവം ചില അടികൾ തന്നാൽ മുഷിയരുത്. നിങ്ങളെ മക്കൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ അടി കൊടുക്കത്തില്ലേ? നിങ്ങളെ മക്കൾ പിന്നെ പിണങ്ങിയിരിക്കുമോ? 5-6 ദിവസം വേണമെങ്കിൽ ഇരിക്കും. ചിലപ്പോൾ ഒരു ദിവസം കഴിച്ചില്ലെന്ന് കുഴപ്പമില്ലെന്നേ. ചില കുഞ്ഞുങ്ങളാണ്, ഞാനും അങ്ങനെയായിരുന്നു. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. പിന്നെ വിശന്നിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് ആരും കാണാതെ പോയി രഹസ്യത്തിൽ പോയി എടുത്തു വെച്ച് കഴിക്കും. ഹല്ലേലൂയ. അതാണ് അപ്പനോട് സ്നേഹമുണ്ട്. ഇപ്പം എന്നെ വഴക്കൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും സ്നേഹമുള്ളിടത്തെ അടിക്കത്തുള്ളൂ. സ്നേഹമുള്ളിടത്ത് ശിക്ഷ തരും. ശിക്ഷ തരുമ്പോൾ നിങ്ങൾ മുഷിഞ്ഞു പോകരുത്. ദൈവം തരുന്ന ശിക്ഷ നിങ്ങൾ ഒരു മക്കളെ എങ്ങനെ ശിക്ഷിക്കുമോ നിങ്ങളുടെ അപ്പൻ ശിക്ഷിക്കുന്ന പോലെയാണ് സ്വർഗത്തിൽ ദൈവം ശിക്ഷിക്കുന്നത്. അതിൻ്റെ ഒന്നിൽ പോലും ദൈവം അതവൻ ശിക്ഷിക്കുന്നില്ല. ദൈവം ആ രീതിയിൽ അത്രത്തോളം കരുതി ആ രീതിയിൽ നിങ്ങളെ കൊണ്ട് നടത്തുന്ന വിധങ്ങൾ അവനെ ഭയപ്പെട്ട്. അടുത്ത് പറയുന്നു, വായിച്ചോ. മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നുവെന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. ദൈവം കൊണ്ടുപോകുന്ന എവിടെയാ? നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലയോ നിന്നെ കൊണ്ടുപോകുന്നത്? അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെട്ടു വരുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകമുള്ള ദേശത്ത് നല്ലൊരു ഉറവയിലേക്ക്. ദൈവത്തെ അറിഞ്ഞാൽ നല്ലൊരു ഉറവ നിനക്ക് തുറക്കപ്പെടും. നിനക്കൊരു ഉറവ തുറക്കാൻ പോകുകയാണ്. ദൈവം നല്ലൊരു ഉറവയിലേക്ക് കൊണ്ടുവരുന്ന ദൈവ പൈതലേ, നിനക്ക് നല്ലൊരു ഉറവയിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഉറവയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദൈവം. ഉറവയിലേക്ക് നിനക്ക് ദൈവം വരും ദിവസങ്ങളിൽ ഒരു ഉറവ തുറക്കുന്നുണ്ട്. ദൈവം അടഞ്ഞ വഴിയെ, എവിടെ അടഞ്ഞുപോയ വഴിയെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഈ പകൽക്കാലം അടഞ്ഞുപോയ ചില വഴികളുണ്ട്. ഈ വെയിലത്ത്, ഈ വേനൽക്കാലത്ത് അടഞ്ഞുപോയ ചില ഉറവകൾ, വറ്റിപ്പോയ ചില ഉറവകൾ, ഈ വേനൽക്കാലം നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ തുറക്കാൻ പോകുന്നു ദൈവമക്കളെ. ഈ വേനൽക്കാലത്ത് വറ്റിപ്പോയ ചില ഉറവകളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. ആത്മീയമായ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന, അതിന് മർമ്മങ്ങൾ മനസ്സിലാവുന്നതിന് പറ, അത് പിടിച്ചെടുത്തോ. അത് എനിക്ക് വേണ്ടിയാണ്, അത് എനിക്കാണ്. തുറക്കുന്നു. ഉറവ തുറക്കുന്നു. ദൈവം തുറക്കുന്ന ഉറവ ഒരിക്കലും വറ്റിപ്പോകത്തില്ല. അത് ഒരിക്കലും വറ്റിപ്പോകത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ച ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ആ ഉറവ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കുന്നുണ്ട്. മരുഭൂമിയിൽ ഇന്നലെ വരെ നടത്തിയ വിധങ്ങള്, ദൈവം കരുതിയ വിധങ്ങള് നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടഞ്ഞ വഴിയിൽ, പ്രതീക്ഷയില്ലാത്തടുത്ത്, നിങ്ങൾക്കിനി ഒരു പ്രതീക്ഷയില്ല, ഇനി ഒരിക്കലും ഒരു അനുഗ്രഹം കിട്ടത്തില്ല എന്ന് നിങ്ങൾ എഴുതിത്തള്ളിയ വിഷയം, ആത്മാവിനോട് പറയുക, നിങ്ങൾ എഴുതിത്തള്ളിയ വിഷയം, ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനി അവിടെ നിന്ന് ഒരു നന്മയെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയെടുത്ത് മറന്നുപോയി, നിങ്ങളുടെ ഓർമ്മയിലേ ഇല്ല. ഇപ്പം സഹോദരിമാരുടെ നിങ്ങളോടും പറയുന്നു, നിങ്ങൾ മറന്നുപോയി. അടുത്ത് ഒരു പ്രതീക്ഷയില്ലാത്തടുത്ത് ദൈവം നിങ്ങൾക്കൊരു ഉറവ തുറക്കുന്നുണ്ട്.
സഹോദരന്മാരെ, നിങ്ങൾക്കൊരു ഉറവ തുറക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുന്നവരെ, നിങ്ങൾക്കൊരു ഉറവ തുറക്കുന്നുണ്ട് ദൈവം. ചില പ്രതീക്ഷകൾ അടഞ്ഞു പോയത് ഇന്ന് പറ, എൻ്റെ കർത്താവേ, നഷ്ടപ്പെട്ടു പോയത്, പ്രതീക്ഷയില്ലാത്തടത്ത് ജീവിതങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയ അനുഭവങ്ങൾ, തടസ്സമായി നിൽക്കുന്നത്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കുഞ്ഞിൻ്റെ ഭാവിയാണ്, അടുത്ത വിദ്യാഭ്യാസമാണ്, വിവാഹ തടസ്സങ്ങളാണ്, എല്ലാം അടഞ്ഞു പോയത് ഉറവയാ. ഇന്ന് നമുക്ക് അറിയാം, കുഞ്ഞുങ്ങളില്ല, അടഞ്ഞുപോയ വിഷയങ്ങൾ, അതൊരു ഉറവയാണ്. നിങ്ങളെ നന്മ നഷ്ടപ്പെട്ടു പോയി, ജോലി നഷ്ടപ്പെട്ടു പോയി, അടുത്ത് തുറക്കാൻ പോകുന്ന ഉറവയാണ്. എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത്, ഏത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ആ അനുഗ്രഹത്തെ വിളിച്ചു പറയുന്നു, അതൊരു ഉറവയായി മാറ്റുന്നുണ്ട് ദൈവം. ഹല്ലേലൂയ. ഉറവ, നീരൊഴുക്കൾ നോക്കിക്കൊള്ളാം. വായിച്ചോ. യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം. നോക്കിക്കൊള്ളാം, എങ്ങനെ ഉറവകളും തടാകങ്ങളുള്ള ദേശം. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം. ഒലിവൃക്ഷം തേനും ഉള്ള ദേശം. സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങളാക്കി വെച്ചിരിക്കുന്ന ദേശത്ത് സ്തോത്രം ചെയ്യണം. നല്ല ദേശത്താക്കി വെച്ചിട്ടുണ്ട്. എന്നെ ദൈവം നല്ല ദേശത്താക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഇന്ന് മുറിഞ്ഞപാലം നല്ല ദേശത്ത് വന്ന സമയത്തൊക്കെ വല്ലാപ്പോയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ പറയും, ഇല്ല പറ്റത്തില്ല, ഇവിടെ വിട്ട് പോയേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം പറയും നല്ല ദേശം. ഇപ്പം നല്ല ദേശം. കാര്യം എന്താണ്? ഒരു സമയത്ത് മോശമായിരുന്നിടത്ത്, നമുക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് തടസ്സമായി കിടന്ന കല്ലും മുള്ളുണ്ടായിരുന്നു. അതെല്ലാം ദൈവം പറക്കി അങ്ങ് എറിഞ്ഞ് കളഞ്ഞു. ഇതെല്ലാം ഓരോന്നെടുത്ത് കളഞ്ഞത് കൊണ്ട് നമുക്ക് ജീവിക്കുവാനും നിൽക്കുവാനും തൃപ്തിപ്പെടുത്തുന്ന ദേശത്ത് ദൈവം നമ്മളെ നിർത്തിയത് കൊണ്ട് തിന്ന് തൃപ്തിയായി. നമുക്ക് നന്മകൾ, ഗോതമ്പ് തന്നു, യവൻ തന്നു, മുന്തിരി തന്നു, അത്തിവൃക്ഷം, മാതളം, നോക്കിക്കോളാം, തേനും പാലും എല്ലാം സകലതും സുഭിക്ഷമായി ഉപജീവനം കഴിക്കുന്നതുമായ സകല നന്മകൾ തന്നിട്ട് പറഞ്ഞു, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. നീ മറക്കരുത്. നന്മകൾ പ്രാപിക്കുമ്പോൾ സ്തോത്രം ചെയ്യണം ദൈവമക്കളെ. ഒരു അനുഗ്രഹം ഞാൻ പറയണത് കിട്ടിയില്ലെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊള്ളണം. കിട്ടിയെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തോ, കിട്ടാത്തവർ കിട്ടിയെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തോ. അപ്പോൾ ദൈവം ചോദിക്കും, ഞാൻ കൊടുത്തോ? ഇവിടെ കിട്ടാത്തതിനാ സ്തോത്രം, കിട്ടിയില്ലെങ്കിൽ സ്തോത്രം പറയുന്നു അല്ലേ? നമ്മൾ കിട്ടുമ്പോൾ സ്തോത്രം പറയുന്നു പറയും. പക്ഷെ ഞാൻ പറയുന്നു, കിട്ടാത്തപ്പോൾ സ്തോത്രം പറ. അപ്പോൾ ദൈവം നോക്കുകയാണ്, എൻ്റെ കുഞ്ഞ് കിട്ടാത്തതിന് സ്തോത്രം പറയുകയാണ്. ദൈവം തന്നെ അതിശയിക്കും. ഇവിടെ കിട്ടിയവർ സ്തോത്രം പറയുമ്പോൾ കിട്ടാത്തവർ സ്തോത്രം പറയുകയാണ്, എനിക്ക് ദൈവം തന്നതിനായി സ്തോത്രം. തന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെന്ന് പറയുമ്പോൾ പറയുന്നു, നിങ്ങൾ കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ സ്തോത്രം പറയണം. അനുഗ്രഹം കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ സ്തോത്രം പറഞ്ഞാൽ അതൊരു അനുഗ്രഹമായിരിക്കും. ദൈവം നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ വർഷം ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്തും. എവിടെയെങ്കിലും തൃപ്തിപ്പെടാതെ പോകണ്ട, അനുഗ്രഹത്തിൽ നിൻ്റെ ആരോഗ്യത്തിൽ തൃപ്തിപ്പെടുത്തും. നീ ക്ഷീണിച്ച് പോകണ്ട, നീ ഭാരപ്പെടണ്ട. സഹോദരന്മാരെ, നിങ്ങൾ ഭാരപ്പെടല്ലേ, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഇപ്പോൾ ആരോഗ്യത്തിലൊക്കെ ക്ഷീണിച്ച് ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ വിഷമിക്കേണ്ട. എൻ്റെ ദൈവം നിനക്ക് ആരോഗ്യം തൃപ്തിപ്പെടുത്തും, നിന്നെ ബലപ്പെടുത്തും. തളർന്നു പോകണ്ട, നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ സഞ്ചരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മരുഭൂമി നടത്തിയത് എങ്ങനെയാ? പകൽ മേഘസ്തംഭം ആഗ്രഹമായി നടത്തിയ ദൈവം നിന്നെയും നടത്തുന്ന ദൈവമാണ്. എന്നെയും നിന്നെയും ദൈവം നടത്തുന്ന ദൈവം. കാര്യം എന്താണ്? അവൻ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. തൃപ്തിപ്പെടുത്തുന്ന ദൈവം തൃപ്തിപ്പെടും. നമുക്ക് മനുഷ്യൻ തന്നാൽ തൃപ്തിപ്പെടൂല. ഇന്ന് ലോകത്ത് മനുഷ്യൻ തന്നാൽ, നിങ്ങൾക്ക് ഉപജീവനം തരുന്ന സാറ് തന്നാൽ തൃപ്തിപ്പെടൂല. നിങ്ങൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നു, തൃപ്തിപ്പെടത്തില്ല. കിട്ടിയിട്ട് തൃപ്തിപ്പെടുന്നില്ല എന്ന് വിളിച്ച് പറയുന്നുണ്ട്. പറയണം, നമുക്ക് കിട്ടുന്ന പൈസ എത്ര തൃപ്തിപ്പെടുന്നുണ്ട് ദൈവമക്കളെ? ഇതിൻ്റെ മൂന്നിലൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ഇല്ല.
വാങ്ങുന്നവരും ഉണ്ട്, പക്ഷെ വാങ്ങുന്നവർ അവർ തൃപ്തിപ്പെടുന്നില്ല. പക്ഷെ അതിനെക്കാട്ടിലും 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും അല്ലെങ്കിൽ 5,000 രൂപയ്ക്കും ജോലി ചെയ്യുന്നവരൊക്കെ തൃപ്തിപ്പെടുമ്പോൾ 1,00,000-ൽ കൂടുതൽ വാങ്ങിക്കുന്നവർ ആരും തൃപ്തിപ്പെടുന്നില്ല. കാര്യം എന്താണ്? ദൈവഹിതം അനുസരിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ തൃപ്തിപ്പെടും. ദൈവം തരുന്നതിൽ മനുഷ്യൻ തന്ന ഒരിക്കലും തൃപ്തിപ്പെടാൻ പറ്റൂല. നിങ്ങൾക്ക് മനുഷ്യൻ അളന്നു തന്നാൽ തൃപ്തിപ്പെടാൻ പറ്റുമോ? ഇല്ല. മനുഷ്യൻ അളക്കുന്ന ഒരിക്കലും നമുക്ക് ഒരു വ്യക്തി തന്നാൽ നമുക്ക് തൃപ്തിപ്പെടില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് നന്മ തരുന്നു, തൃപ്തിപ്പെടത്തില്ല. ആലയത്തിൽ നന്മയുടെ തൃപ്തിപ്പെടാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? മനുഷ്യനാണ് അളക്കുക. മനുഷ്യൻ്റെ കൈ കൊണ്ട് അളക്കുന്നതിനൊന്നും തൃപ്തിപ്പെടില്ല. പക്ഷെ ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ അളന്നാൽ തൃപ്തിപ്പെടും. ഹല്ലേലൂയ. മനുഷ്യൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തന്നാ തൃപ്തിപ്പെടില്ല. പക്ഷെ ദൈവം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞാൽ നമ്മളെ തൃപ്തിപ്പെടുക. തിന്ന് ശേഷിപ്പ്, ഒരു ശേഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പഴയ നാളുകൾ ശേഷിപ്പുണ്ടോ? ശേഷിപ്പ് ഉള്ളവരുണ്ട്, ഇല്ലാത്ത അപൂർവമാണ്. ശേഷിപ്പില്ല, പക്ഷെ ശേഷിപ്പ് വരുത്തുന്ന ദൈവം. ആ ദൈവത്തിന് കരം അടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4:6 ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആമേൻ, ഹല്ലേലൂയ. നീ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? യാക്കോബാണ് ഇസ്രായേലായി മാറിയത്. ഇന്നൊരു വലിയ ജനമായി മാറിയത് യാക്കോബാണ്. യാക്കോബിൻ്റെ വംശവലിയാണ് വലിയൊരു ജനമായി മാറിയത്, ഇസ്രായേലായി മാറിയത്. ഇസ്രായേലേ നീ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ യാഗം തന്നെ. ദൈവം ആരായിരുന്നു? അറിയാത്തവരെ മനസ്സിലെച്ചോളണം. ദൈവം യാഗനാണ്. ദൈവം യാഗം തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, കരം പിടിച്ച് കയറ്റുമ്പോൾ നിന്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നീ കൂടി സ്നേഹിക്കണം. ഈ 3 കാര്യം ചെയ്താൽ നീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഈ 3 കാര്യം ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ 3 കാര്യത്തിൽ 2 ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പരാജയമാണ്. ഹല്ലേലൂയ. നമ്മൾ 3 കാര്യവും നിന്റെ ദൈവത്തെ എങ്ങനെയായിരിക്കണം? പൂർണ്ണ മനസ്സോടെ. നിങ്ങൾ ദൈവസ്ഥലിരിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ ഇരിക്കണം. ഒരു അനുഗ്രഹം കിട്ടും. എനിക്കൊരു പൂർണ്ണ മനസ്സ് വേണം. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ, എന്നുവെച്ചാൽ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. ഒന്ന്, പൂർണ്ണ മനസ്സ്. നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വസിക്കണം നിന്നെ സഹായിക്കുവാനും നിന്നെ കരകയറ്റുവാനും ഈ കഷ്ടത്തിൽ നിന്ന് കയറ്റി വിടുവാൻ, നിന്നെ ഉയർത്തുവാൻ ഒരേ ഒരാളിനെ കഴിയുള്ളൂ. ആ സ്വർഗത്തിലെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിലാണെന്ന് നീ വിശ്വസിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പ്രൈസ് ദി ലോർഡ്, പൂർണ്ണ ഹൃദയം വേണം. അല്പഹൃദയമാകരുത്. മനസ്സില്ലാതെ മനസ്സോടെ ആരെങ്കിലും നിർബന്ധത്താലാണെന്ന് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇന്ന് ആരെങ്കിലും നിർബന്ധിച്ചാണ് ഇതിനകത്ത് തള്ളി കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാതെ പോകും. ചാനലിലൂടെ കേൾക്കുന്നവരെ, നിങ്ങൾ മീഡിയയിലൂടെ കേൾക്കുന്നവരെ, നിങ്ങൾ പൂർണ്ണ മനസ്സോടാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടും. കാര്യം എന്താണ്? ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. സ്വർഗത്തിലെ ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. സ്വർഗത്തിലെ ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി നിൽപ്പുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. സ്നേഹിക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം. ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. നീ ആദ്യം ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങും. ദൈവത്തെ ഒന്ന് സ്നേഹിക്കാൻ ഒന്ന് പഠിച്ചു നോക്ക്. ഒന്ന് സ്നേഹിച്ചിട്ട് അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ നോക്ക്. കരഞ്ഞു നോക്ക്. എനിക്ക് അപ്പൻ്റെ മോളായി തീരണം, അപ്പൻ്റെ മോനായി തീരണം എന്ന് നീ നിർബന്ധം പിടിച്ചു നോക്ക്. ഈ ലോകത്തെ ജഡീക സുഖങ്ങളിലും പാപത്തിൽ പോകത്തില്ല കുഞ്ഞെ. ദൈവത്തെ സ്നേഹിച്ച് പൂർണ്ണമായി നിന്ന ലോക ജഡീകത്തിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകത്തില്ല. ഈ ലോകത്തിൻ്റെ ജഡീകത്തിന് തള്ളിയിടുവാൻ ശത്രുവിന് കഴിയത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മൾ ദൈവഹിതമില്ലാത്ത കാര്യത്തിലൊന്നും കണ്ണു വയ്ക്കത്തില്ല, അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഈ നമ്മളെ ഫോണുണ്ടല്ലോ, ഈ ടച്ച് ഫോണെന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത് എല്ലാം നിറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്.
പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജ് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്ത നല്ല കിടില സാധനം വരും. കിടിലത്തിന് കിടിലം വരും. അപ്പോൾ അതിൽ കാണുന്നുണ്ടല്ലേ, നമുക്ക് കാണാമല്ലേ, മൊബൈലുള്ളവർക്കൊക്കെ കാണാൻ പറ്റും അല്ലേ. നല്ല കിടിലം, പൈസ കൊടുക്കാത്ത നല്ല കിടിലം വരുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങ് മാറ്റും. എല്ലാവരും മാറ്റൂല, നിന്ന് കണ്ടിട്ടേ പോകുള്ളൂ. ഫോണ് തിരിഞ്ഞ് മറിച്ച് നിരിഞ്ഞ് നോക്കും അല്ലേ, തിരിച്ചു വെച്ച് നോക്കും, മറിച്ച് വെച്ച് നോക്കും, എങ്ങനെ വെച്ചാൽ നോക്കാൻ പറ്റും, യാത് ലെവലിലൂടെ നോക്കാൻ പറ്റും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നത് കൊണ്ട് ഇത് കാണാൻ പറ്റത്തില്ല. കർത്താവ് ഉടനെ തട്ടിക്കളയും. അതിലല്ല സ്നേഹം. നീ ദൈവത്തെ സ്നേഹിക്കണം. ഇന്ന് ദൈവത്തെ സ്നേഹിക്കാൻ നീ പഠിക്കണം. നീ ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയാമോ? യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതങ്ങൾ മാറും. ഞാൻ പറയാം, നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും, സ്നേഹിക്കില്ലെന്നല്ല, മക്കളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും യേശുവിനെ സ്നേഹിച്ചു നോക്കൂ. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു നോക്ക്. നിങ്ങളെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ ആ സ്ഥാനം എങ്ങനെ ചോദിക്കും, എങ്ങനെ സ്നേഹിക്കണം ബ്രദറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരു എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറയാം, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തരാം എങ്ങനെയാണ് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ. കാമുകൻ കാമുകിയെ സ്നേഹിക്കുന്ന പോലെ അല്പസമയം ഒന്ന് വിളിച്ചില്ലെങ്കിൽ നെഞ്ചിടിച്ചിലും 2 വിളിയും 2 വെപ്രാളം കാണിക്കുന്ന പോലെ ദൈവത്തിന് ആ ഒരു സ്നേഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാമുകൻ കാമുകിയെ വിളിച്ചു, ഇന്ന സമയം കൃത്യസമയം തെറ്റി വിളിച്ചില്ല, അടുത്ത് വിളിക്കാമെന്ന് പറയുകയാണ്, ഇന്ന ടൈമിൽ വിളിക്കാമെന്ന് പറയാണ്. ഡാ ഞാൻ ഇന്ന സമയത്ത് വിളിക്കാമേടാ, ടൈം ഓക്കെ, സമയം തെറ്റി, അടുത്തങ്ങോട്ട് കയ്യും കാലും മറക്കി ഇവിടെ നല്ല ചിക്കൻ ഫ്രൈയും ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇതൊന്നും അല്ല താല്പര്യം. പിന്നെ അവിടെയാണ് എവള് എന്നെ ചാച്ച് മറ്റടുത്ത് പോയോ. ആമേ ഹല്ലേലൂയ. ആ ഒരു നെഞ്ച് പടയ്ക്കുന്നുണ്ടല്ലോ, ആ സ്നേഹം കൂടിപ്പോയിട്ടാ. അത് അമിതമായ സ്നേഹം കൂടിപ്പോയിട്ടാണ് ഈ നെഞ്ചു പടച്ചിലും. പിന്നെ ഇവിടെ അമ്മ എന്ത് ആഹാരം ഉണ്ടാക്കിയാലും ഇതിലായിട്ടില്ല കണ്ണ്, സ്നേഹത്തിലൂടെ കണ്ണ്. അമിതമായുള്ള സ്നേഹം വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ സ്നേഹത്തെ തിരിച്ചു പിടിച്ച് പറയുന്നു, യേശുവിലേക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ? പെണ്ണായാലും ആണായാലും ആവശ്യത്തിന് മാത്രമേ സ്നേഹിക്കാവൂ. ഭാര്യ ആയാലും മക്കളായാലും എത്ര വിലപിടിപ്പുള്ളതായാലും ആവശ്യത്തിന് സ്നേഹിച്ച് പയ്യ അറ്റാക്കൊന്നും വരാതെയൊക്കെ ജീവിച്ചു പോകാം. ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ. എല്ലാ ആവശ്യത്തിനും അമിതമായി സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും സംശയമായിരിക്കും. അമിതമായി സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും സംശയം. അറിയാമോ, ഇവൾ എന്നെ സ്നേഹിച്ചു, ഇവൾ വേറെ ഒരുത്തിനെ സ്നേഹിക്കും. പാലുകാരനെ സ്നേഹിക്കും. നേരത്തെ പത്രക്കാരായിരുന്നു, പത്രം നിർത്തിയിട്ട് വലിയ കുഴപ്പമില്ല. ഇപ്പം മൊബൈലിലൂടെ എല്ലാ വീട്ടിനകത്തുണ്ടല്ലോ. സ്നേഹിച്ച് കെട്ടുന്നവരെ പരാജയം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവന് സംശയമായിരിക്കും. നീ എന്നെ സ്നേഹിച്ചുകൊണ്ട് അടുത്ത് വേറെ ഒന്നിനെ സ്നേഹിക്കും. ഈ സ്നേഹിച്ച് കെട്ടുന്നവർക്ക് എപ്പോഴും സംശയമായിരിക്കും. അവർ ജീവിതത്തിൽ കിടക്കുമ്പോൾ തപ്പി നോക്കും ഉണ്ടോ എന്ന്. ആമേ. അപ്പോൾ സ്നേഹിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നീ ഒരുപാട് സ്നേഹിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്നെക്കാട്ടിലും നല്ല മിടുക്കന്മാർ വരും അല്ലേ. നല്ല വരുമ്പോൾ ആ ഒരു സംശയം കിടക്കും. കൂടെ തപ്പി നോക്കും ഉണ്ടോ ഇല്ലേ എന്ന്. ജോലിക്ക് പോയാലും സമാധാനമില്ല. എന്ത് ചെയ്യുന്നു? അത് പറ്റില്ല, വീഡിയോ കോൾ കാണിച്ചേ പറ്റുള്ളൂ. നീ എവിടെ നിൽക്കണമെന്ന് വീഡിയോ കോൾ കണ്ടേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്രത്തോളം എന്താണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാ. സ്നേഹം, കർത്താവിൻ്റെ സ്നേഹത്തെ അടുപ്പിക്കുക. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അമിതമായ പ്രാധാന്യം വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന സ്നേഹമാണ്. പറയാം, എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ആ സ്നേഹത്തെ ഞാൻ തിരിച്ചു പിടിക്കുന്നു. ആ സ്നേഹത്തെ തിരിച്ചെടുത്തിട്ട് യേശുവിലേക്ക് കൊടുക്കുക. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. നീ ദൈവത്തെ സ്നേഹിച്ചാൽ, നീ അമിതമായി സ്നേഹിച്ചാൽ നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. നീ ദൈവത്തെ സ്നേഹിച്ചാൽ നീ കരയേണ്ടി വരത്തില്ല. കാര്യം എന്താണ്? നിന്റെ കാര്യം സൂക്ഷിക്കുവാൻ ദൈവത്തിന് അറിയാം. നീ സംശയിക്കേണ്ട കാര്യമില്ല. നീ സംശയിക്കേണ്ട, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഭാര്യ എത്ര സുന്ദരിയായാലും നിന്നെ ഭാര്യ ആര് തട്ടിക്കൊണ്ട് പോകത്തില്ല. കാര്യം എന്താണ്? ഭാര്യ സുന്ദരിയായിക്കഴിഞ്ഞാൽ രാത്രി ഇറങ്ങി പോകാനും പാടാണ്. ഇപ്പം പണ്ട കാര്യങ്ങളിലൊക്കെ സുന്ദരിയാക്കിയിട്ടൊക്കെ ഒരു 10-20 ഉരുപ്പടി, അന്ന് ഉരുപ്പടി മാത്രമല്ല കുറേ മുക്കുമട്ടം കൂടെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും. സുപ്രീമിൻ്റെ 6 മാസത്തെ എല്ലാം വാങ്ങിച്ച് അണിഞ്ഞ് ഒരുങ്ങി കൊണ്ടുപോകും. അവസാനം കള്ളന്മാർ നിരന്ന് നിൽക്കുകയായിരുന്നു. ജീവൻ വരെ പലരും തിരിച്ചിട്ടത് ഭാഗ്യമാണ്. ഹല്ലേലൂയ.
നമ്മളെ തന്നെ സൂക്ഷിക്കേ. നമ്മളെ തന്നെ സൂക്ഷിക്കേ. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ എങ്ങനെ അമിതമായി ദൈവത്തിനെ സ്നേഹിക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് സ്നേഹിക്കാൻ ഒരു ഇടം കൊടുക്കുമെങ്കിൽ, അപ്പനെ ഒന്ന് സ്വീകരിക്കുക, ഒന്ന് ഇടം കൊടുക്കുമെങ്കിൽ, ഈ ലോകത്തിൻ്റെ ഭൗതിക സ്നേഹത്തിനെ കാട്ടിലും ദൈവ സ്നേഹമെന്ന് പൂർണ്ണമായി നീ സ്നേഹിക്കുമെങ്കിൽ നിനക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു തേനും പാലും ഒഴുകുന്ന ഒരു ദേശം ദൈവം ഒരുക്കുന്നുണ്ട് കുഞ്ഞേ. നിനക്ക് സുഭിക്ഷമായ ആഹാരം ഒരുക്കുന്നുണ്ട്. നീ പട്ടിണി ആവത്തില്ല. മറ്റുള്ളവർ പട്ടിണി കിടക്കുമ്പോ നീ പട്ടിണി കിടക്കത്തില്ല. നീ ദൈവത്തെ സ്നേഹിച്ച് ആമേ പൂർണ്ണം നോക്കണം. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോട് സ്നേഹിച്ചാൽ നീ ഒരിക്കലും മറ്റുള്ളവർ ഞെരുങ്ങുമ്പോൾ റോക്കറ്റ് പോകുമ്പോൾ നീ കയറിപ്പോകും. ഉറപ്പാണ്. അതിന് ഒരു മാറ്റില്ല. മറ്റുള്ളവർ അസ്വസ്ഥപ്പെട്ട് വല്ല ഞെരുങ്ങുമ്പോൾ തളരുമ്പോൾ നീ ദൈവസന്നിധിയിൽ നല്ലപോലെ വിട്ടുകൊടുത്ത് ആരാധിച്ചു നോക്ക്. ദൈവസന്നിധി നല്ലപോലെ വിളിച്ച് ശക്തിയോട് ആരാധിച്ചു നോക്ക്. അല്ല, ആരാധിക്കുമ്പോൾ അല്പം മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചു നോക്ക്, ശക്തിയോടെ ആരാധിച്ചു നോക്ക്. ആത്മാവിൽ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്, ആ ഒരു ചിന്തയോട് ആരാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ പകരും. ആമേൻ, ഹല്ലേലൂയ. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കണം. ഇതെവിടെ ഇരിക്കണം? അടുക്കളയ്ക്കകത്തല്ല ഇരിക്കേണ്ടത്, നിന്റെ ബെഡ്റൂമിനകത്തല്ല ഇരിക്കേണ്ടത്. ആമേ, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്തിരിക്കണം. നിന്റെ ഹൃദയത്തിനകത്തിരിക്കണം. ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിനകത്ത് എഴുതി വയ്ക്കണം. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോ. നിന്റെ ഹൃദയത്തിനകത്ത് എഴുതി വയ്ക്കണം. 7-ാമത്തെ വാക്യം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. ഇത് ആർക്ക് ഉപദേശിക്കണം? നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോൾ വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എത്ര സംസാരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ നടന്ന വിധങ്ങളും ദൈവം കൊണ്ടുവന്ന വിധങ്ങളും ദൈവത്തെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എന്തോണം നിങ്ങളെ മക്കളോട് പറയണം, നിങ്ങളുടെ തലമുറയോട് പറയണം. പറയാതെ പോകരുത്. ഇത് പറഞ്ഞേ തീരത്തുള്ളൂ. ദൈവം നടത്തുന്ന വിധങ്ങൾ പറഞ്ഞേ തീരുവെന്ന് തിരുവചനം വിളിച്ച് പറയുന്നു. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് നീ മറച്ചു വയ്ക്കരുത്. ആമേ, ഹല്ലേലൂയ. അതെങ്ങനെയാ? നിന്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോൾ അടുത്തൊന്നിരിക്കും. നടക്കുമ്പോൾ നിന്റെ കൂടെ വീട്ടിലിരിക്കാൻ പറയണം. നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, രാത്രി കിടക്കണ സമയത്തോളം മക്കളെ നീ ഒന്ന് പ്രാർത്ഥിച്ചോ. ദൈവമാണ് നമ്മളെല്ലാം കൊണ്ടുവന്നത്. ഓരോ ടൈമിലും എഴുന്നേൽക്കുമ്പോഴും നീ പ്രാർത്ഥിച്ചിട്ട് തന്നെ എഴുന്നേറ്റ് വന്നത്. ഓരോ വചനങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് തന്നെ കൊണ്ടുവരണം. ആമേൻ. നടക്കുമ്പോൾ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് പോകാം, അല്ലെങ്കിൽ കിടക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് കിടക്കാം. ആമേ, ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ദൈവമക്കളെ, നിങ്ങൾ എഴുതിക്കുമ്പോൾ ഒരു സ്തോത്രത്തോടെ എഴുന്നേൽക്കണം. സ്തോത്രം പറയും. കർത്താവേ, എനിക്ക് ആരോഗ്യത്തിനായി സ്തോത്രം, എനിക്ക് എഴുതുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ, ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹത്വം കൊടുത്ത് തന്നെ ദൈവത്തിന് ഓരോ കാര്യങ്ങൾ നമ്മൾ എണ്ണി അനുഗ്രഹങ്ങൾ പറഞ്ഞു തന്നെ ഓരോ വചനങ്ങൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രം അനുഗ്രഹത്തിലേക്ക് കടന്നു പോകും. പറയുന്നു, നീ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവനെക്കുറിച്ച് സംസാരിക്കണം. 8-ാമത്തെ വാക്യം, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. അഡ്രസ് വേണം. വീട്ടിൽ എത്ര അഡ്രസ് ഉണ്ട്? ദൈവമാണ് നിങ്ങൾ അനുഗ്രഹിച്ചെന്നുള്ള അഡ്രസ് വീട്ടിലുണ്ടോ? ഉള്ളവരൊന്ന് സ്തോത്രം ചെയ്ത്. ഇല്ലാത്തൊരു അഡ്രസ്സ് വെച്ചോളണം. ദൈവത്തിൻ്റെ പേര് വെച്ചോളണം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഈ വീട്ടിൻ്റെ ഐശ്വര്യം ഇന്നാളെന്ന് പറയരുത്. കർത്താവായ യേശുവാണ്. ഒരു വചനം വയ്ക്കണം. നിങ്ങളെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പലയിടത്തും വെച്ചിട്ടുണ്ട്, ഈ വീട്ടിൻ്റെ ഐശ്വര്യം ഡാഷ് 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 ഡാഷ്. ഹല്ലേലൂയ. എല്ലാ വീടും വിസിറ്റിംഗ് ഉണ്ട്. പേടിക്കണ്ട, ആരെയും വിളിച്ച് പറയാതെ തന്നെ വരും.
ആരെ വിളിച്ചു പറച്ചിലില്ല. ഇനി വിളിച്ചു പറഞ്ഞ് കരുതി വേണ്ടി നിങ്ങൾ ഓടാൻ വേണ്ടി നിൽക്കേണ്ട. ആമേ. ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ നല്ല ഏഷ്യാനെറ്റ് സീരിയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ വിളിച്ച് പറയാതെ ആരെ വിളിച്ച് പറയത്തില്ല. ദൈവം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് വന്നിരിക്കും. അതിന് ഒരു മാറ്റവും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഏത് രൂപത്തിലാണ് നിൽക്കുന്നത്, ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ഓടാൻ സമയം കിട്ടില്ല. അതിനുമ്പേ കയറിയിരിക്കും. ഓടാൻ സമയം കിട്ടില്ല, ഓടാൻ സമയം തരത്തില്ല. ദൈവത്തിൻ്റെ വരവ് അങ്ങനെയാ. ഓ, കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. ഏത് നിമിഷവും നമ്മുടെ മേൽ കടന്നു വരും. കാര്യമെന്നത് അവൻ നമ്മളെ നോക്കും. നിങ്ങളെ അനുഗ്രഹിച്ച നിങ്ങളെ നന്മകൾ, നിങ്ങളെ വീട്ടിൻ്റെ ഐശ്വര്യം ആരായിരിക്കണം? കർത്താവായിരിക്കണം. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഒരു ദൈവത്തിനൊരു വചനം വയ്ക്കണം. വചനം വയ്ക്കണം. ഇന്നില്ലാത്തവർ കൃത്യമായിട്ട് നാളെ ചെന്ന് അങ്ങോട്ട് അടുത്തൊരു ഇടമുണ്ട്, ഒരു നല്ലൊരു ബോർഡ് അല്ലെ കൃത്യമായിട്ട് പറഞ്ഞ പേരല്ലെ കൃത്യമായിട്ട് ദൈവം എന്താണോ പറഞ്ഞത് അത് മനസ്സിൽ തന്നത് കൃത്യമായിട്ട് അങ്ങ് വെച്ചോളണം. ഹല്ലേലൂയ. അത് നിൻ്റെ ഇവിടെ മനസ്സിൽ മാത്രമല്ല, അത് ഹൃദയത്തിനകത്ത് എഴുതിയിട്ടോളണം. ഹല്ലേലൂയ. ചിലപ്പം പുറമേ ഇരിക്കണൊക്കെ കുറച്ച് നമ്മൾ എടുത്ത് കളയും, പക്ഷേ ഹൃദയത്തിനകത്തിരിക്കുന്ന എടുത്ത് കളയാൻ പറ്റില്ല. പലർക്കും പുറമേ ഇരിക്കുന്ന എടുത്ത് കളയാൻ പറ്റും, പക്ഷെ അകത്തിരിക്കുന്ന എടുത്ത് കളയാൻ പറ്റില്ല. ദൈവം നടത്തിയ വിധങ്ങളെ നിങ്ങൾ ഓർക്കണം. വീണ്ടും ആവർത്തി മറക്കുവാൻ ചാൻസ് ഉണ്ട്, മറന്നു പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കയറി വന്ന വഴികൾ നിങ്ങൾ മറന്നു പോകും. ഒന്നുമില്ലായ്മ കൊണ്ടുവന്ന വഴികൾ മറക്കും. ഇപ്പം എല്ലാം അനുഗ്രഹമായി, വീടായി, കൂടായി, എല്ലാ സൗകര്യമായി, മെത്തയായി, കട്ടിലായി, AC ആയി, ഫാനായി, എല്ലാ സൗകര്യമായി, ബാത്റൂമായി, അറ്റാച്ച്ഡായി, ടൈലായി, സകലതുമായി. ഇപ്പം പ്രാർത്ഥനയുമില്ല, ആരാധനയില്ല, സ്തുതിയില്ല, സ്തോത്രമില്ല. കല്യാണമെല്ലാം എവിടെ വെച്ച്? മണിയടിച്ചുള്ള കല്യാണം. മണിയടിച്ചുള്ള കല്യാണത്തിനോട് ഒരുങ്ങുമ്പോൾ അദ്ദേഹം പറയും, നടത്തിയ വിധങ്ങളെ നീ ഓർക്കണം. ദൈവം കൊണ്ടുവന്ന വിധങ്ങളെ ഓർക്കണം. ദൈവം നിന്നെ കയറ്റി കിടത്തിയ വിധങ്ങളെ ഓർക്കണം. ദൈവ പൈതലേ, ദൈവം ഓർക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. അതാ നീ ഓർക്കണം എന്ന് ബൈബിൾ വിളിച്ച് പറയുന്നു. നടത്തുന്ന വിധങ്ങള്, നിന്നെ നടത്തിയ വിധം, നിന്നെ നടത്തി പോറ്റിയ വിധങ്ങള്, ദൈവം മറച്ച വിധങ്ങള്, നിനക്ക് തന്ന നന്മകള് ദൈവം നീ ഓർക്കണം. ഈ ചാനലിലൂടെ ലോകമ്പാടും കേൾക്കുന്ന ദൈവ പൈതലോട് ഇവിടെ മാത്രമല്ല ലോകമ്പാടിരിക്കുന്നവർ പറയുന്നു, ഇന്ന് നന്മയുടെ അനുഗ്രഹം പ്രാപിച്ച് 10 പണം കയ്യിൽ വന്നപ്പോ ദൈവത്തെ വേണ്ട, ദൈവ മഹത്വം വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ നിന്റെ തോന്നിവാസത്തിന്റെ ഇഷ്ടത്തിലേക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ പോക്കും. ഇത് നിങ്ങൾക്കുള്ളതല്ല, അവർക്കുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 10 പണം വന്നു കഴിഞ്ഞാൽ, 10 സൗന്ദര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം വേണ്ട, ആരും വേണ്ട. ഹല്ലേലൂയ. സൗന്ദര്യമൊക്കെ ഒരു പരിധി വരെ നിൽക്കത്തുള്ളൂ കുഞ്ഞെ. സൗന്ദര്യമൊക്കെ അങ്ങനെ കുറേ പ്രായം കഴിയുമ്പോഴേ കവളൊക്കെ വെട്ടുമ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല. അതൊക്കെ കൂടി പോയി ഒരു പരിധി വരെ. പണവും ഒരു പരിധി വരെ, എല്ലാം പരിധി. പക്ഷേ പരിധിക്ക് അപ്പുറമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, എൻ്റെ അപ്പൻ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ പരിധിക്ക് അപ്പുറമായി നിൽക്കുന്ന ഒരേ ഒരാളുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പരിധിക്ക് അപ്പുറമാണ്. ആ ദൈവം നിന്റെ കൂടെയുണ്ട്. ആമേ നിന്റെ കൂടെയാണ്. അതാണ് എല്ലാം മറന്ന്, പരിസരം മറന്ന് ആരാധിക്കുമ്പോൾ എല്ലാം മറക്കണം. ഇരിക്കുന്ന സ്ഥലം മറക്കണം. ദാവീദ് കണ്ടോ, എല്ലാം മറന്നു, സ്ഥലം മറന്നു, രാജാവ് എന്നുള്ളത് മറന്നു, ഭാര്യ എന്നുള്ള കാര്യം മറന്നു. എന്നിട്ട് പെട്ടകം വന്ന സമയത്ത് അങ്ങോട്ട് ആരാധിച്ചു. അവസാനം ദാവീദിൻ്റെ ആരാധന കണ്ടപ്പോൾ ഭാര്യ എന്ന് ചോദിക്കണേ, മനുഷ്യ നിനക്ക് നാണമില്ലയോ? രാജാവിടെ തുള്ളുകയാണ്, തുള്ള്. ഇവിടെ നല്ല തുള്ളല്. ഇങ്ങനെ ദൈവസന്നിധിയിൽ ആരാധന, ആത്മീയമായ ആരാധന, കൈയടിച്ച് ആരാധിച്ച് ആത്മാവിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ. സ്വന്തം ഭാര്യയാണ് കേട്ടോ, വെപ്പാട്ടിയല്ല. വന്ന് പറയുകയാണ്, നിനക്ക് നാണമുണ്ടോ? ദാവീദ് പറഞ്ഞൊരു ഭാഗമുണ്ട്, നിന്റെ അപ്പനല്ല എന്നെ കൊണ്ടുവന്നത്. ഈ രാജസ്ഥാനത്ത് കൊണ്ടുവന്ന നിന്റെ അപ്പനൊന്നുമല്ല, പച്ചയ്ക്കാ പറഞ്ഞത്, നിന്റെ അപ്പനല്ല, എൻ്റെ അപ്പൻ, സ്വർഗത്തിലപ്പൻ. ഞാൻ അതുകൊണ്ട് അപ്പന് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒറ്റ വാക്ക് ആരാധന കുറ്റം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാര്യ പേര് മീകൾ, കുഞ്ഞു കിട്ടിയോ? കിട്ടില്ല. നീ ആരാധനയെ കുറ്റം പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ നമുക്ക് പോകും. അപ്പോൾ ശക്തിയോടെ ദൈവത്തിൽ ആരാധിച്ച് ദൈവഹൃദയത്തെ നീ പൂർണ്ണമായി സ്വീകരിച്ചാൽ
ദൈവം നിന്നെ നടത്തുന്ന വിധങ്ങളും സകലത്തിന് അനുഗ്രഹങ്ങളും നീ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഓർക്കണം. അതിൻ്റെ ഹൃദയത്തിനകത്ത് എഴുതി വയ്ക്കണം. അത് നിൻ്റെ വീട്ടിലും എഴുതി വയ്ക്കണം. വീട്ടിലൊരു അഡ്രസ്സ് ഉണ്ടാവണം. നിങ്ങൾ വീട്ടിൽ അഡ്രസ്സ് ഇല്ലാത്തവർ കൃത്യമായിട്ട് അഡ്രസ്സ് ഇട്ടുകൊള്ളണം. നിങ്ങളെ വീട്ടിൽ ഒരാൾ വരികയാണ്, ഒരു ഗവൺമെൻറ്റിൽ നിന്ന് വരികയാണ്, അല്ല ഗവൺമെൻറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി തട്ടിയെടുക്കാൻ വേണ്ടി ഇരിക്കരുത്. ഗവൺമെൻറ് നന്മയ്ക്ക് വേണ്ടി വലുതായിട്ട് കൊതിക്കുക, തരേണ്ടത് കിട്ടും. ദൈവത്തിന് നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഇന്ന് പലരും ദൈവത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്താണ് ദൈവത്തിന് ആദ്യത്തെ ആ പേര് മാറ്റി വയ്ക്കുകയാണ്. ഇവരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന ആളെന്ന് പറയാൻ അനുഗ്രഹം കിട്ടില്ല. ഇപ്പോഴത്തെ റേഷൻ കുറയും, അതുകൊണ്ട് പയ്യ അങ്ങോട്ട് മാറ്റും. അല്ലെങ്കിൽ അടുത്ത ആ ബോർഡ് വയ്ക്കത്തില്ല. കാര്യം എന്താണ്? തിരിച്ചറിഞ്ഞ് നമ്മളെ പിടി വീഴുന്നുണ്ട്. എന്നാൽ നീ പിടി വീഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിനൊരു പിടി വീഴും. നിൻ്റെ വീട്ടിൽ കയറുന്ന മുമ്പേ പറയണം നിൻ്റെ വീട് ഏത് ഭവനമാണെന്ന്. അഡ്രസ്സ് കൃത്യമായിട്ട് വെച്ചോളണം. ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിന് അഡ്രസ്സ് വേണം. കൃത്യമായിട്ട് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. നിൻ്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് എഴുതുമ്പോൾ ഭവനത്തിനകത്ത് ഒരു അഡ്രസ്സ് വേണം. ഈ ഭവനം എങ്ങനെ ആയിരിക്കണമെന്നും ദൈവത്തിൻ്റെ പേര് കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്യുക. കർത്താവായ ദൈവത്തിൻ്റെ പേര് നോട്ട് ചെയ്യുക. ദൈവം തരുന്നതനുസരിച്ച് പേര് നോട്ട് ചെയ്യുക എന്ന് പറയുന്നു. വീട്ടിൽ കട്ടിളമേലും പടിവാൽക്ക് നൽകണം. എവിടെ 9-ാമത്തെ വാക്യം ബൈബിൾ ഇരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഉണ്ടോ ഇല്ലേ നിങ്ങൾ ചോദിക്കേ. അങ്ങനെ ഒരു ഭാഗം ബൈബിളിലുണ്ടോ? ഉണ്ട്. ആവർത്തന പുസ്തകം 6-ന്റെ 9-ാം വാക്യത്തിൽ അങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. ആമേൻ. നിന്റെ വീട്ടിൽ കട്ടിളമേലും പടിവാതിലും എഴുതണം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് പറഞ്ഞ അബ്രഹാമും ഇസാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തോട് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്നു തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾക്ക് തരാൻ പോകുന്ന അനുഗ്രഹമാണ്. ദൈവമക്കളെ, കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് വിളിച്ച് പറയുന്നത്. നിങ്ങൾ ദൈവം തരാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായി തിരുവചനം വിളിച്ച് പറയുന്നു. എങ്ങനെയാ? നീ പണിയാത്തതുമായ നല്ലതുമായ പട്ടണം, നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് നീ നിറയ്ക്കാത്തത്, നീ ശേഖരിക്കാത്തത്, നീ അധ്വാനിക്കാത്ത സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ വരും. ഹല്ലേലൂയ. ചില സമ്പത്തുകൾ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ചില അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നുണ്ട് കേട്ടോ. സഹോദരന്മാരെ, ചില സമ്പത്തുകൾ നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നുണ്ട്. ചില സമ്പത്തുകൾ മുടങ്ങിക്കിടക്കുന്ന എവിടെയോ നിങ്ങൾക്ക് നിറയ്ക്കാൻ കഴിയാത്ത ദൈവം നിറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ദൈവ സമ്പത്ത് തരുന്നുണ്ട്. സമ്പത്ത് വേണ്ടെന്ന് ആരും പറയത്തില്ല. ഹല്ലേലൂയ. സമ്പത്ത് വേണ്ടെന്ന് ആരെങ്കിലും പറയോ? ഇല്ല, സമ്പത്ത് വേണം. അത് നീ നിറയ്ക്കാത്തത്, നീ അധ്വാനിക്കാത്തത്. ഹല്ലേലൂയ. അപ്പോൾ നീ പ്രതീക്ഷിക്കാത്ത അപ്പുറമായി നീ നിറയ്ക്കാത്തതുമായ സകല സമ്പത്തും നിറയ്ക്കുന്ന വീടുകളും. ഹല്ലേലൂയ. വീട് വേണമെന്നുള്ള ശക്തമായിട്ട് പിടിച്ചോ. ഒന്ന് കരമടിച്ച് പ്രാവീര് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിര്. നീ വയ്ക്കാത്ത വീട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. വീട് വരുമ്പോൾ വീട് മാത്രമല്ല, സമ്പത്ത് വരുമ്പോൾ വീടും വരും. സമ്പത്ത് വരുന്നുണ്ട്, വീട് വരുന്നുണ്ട്. വീട് മാത്രം വന്നാൽ പോരാ, നീ കുഴിക്കാത്ത കിണറുകൾ. ഇത് നിങ്ങൾ കുഴിച്ച കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കുടിക്കുന്നത് ദൈവം ഒരു കുഴി കുഴിച്ചിട്ടിട്ടുണ്ട്. എവിടെയാ? അരുവിക്കര ഡാം. അത് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയില്ല, അത് ദൈവത്തിൻ്റെ കിണറ. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ തൽക്കാലം ആണെങ്കിൽ അത് ദൈവത്തിൻ്റെ വകയാണ്. അരുവിക്കര ഡാം, ആ ഒഴുകുന്ന വെള്ളം കർത്താവിൻ്റെ വകയാണ്, അല്ലെ ആരെയും വകയൊന്നുമല്ല. അത് ദൈവത്തിൻ്റെ വകയാണ്. ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കണ്ടിരുന്നു.
തിരുവനന്തപുരത്തിലുള്ള എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി ഇന്ന അടുത്തുനിന്ന് വെള്ളം എടുക്കണമെന്ന് കുഴൽ കൂടെ കൊണ്ടുവരണമെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് നിവാസികൾ അല്ല എൻ്റെ അപ്പൻ കുഴിച്ച കൊണ്ട് ഞാൻ ചെന്ന് കുടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അപ്പനൊരു കിണറൊക്കെ വെട്ടിയിട്ടുണ്ട്, അതുവഴി കിടപ്പുണ്ട് അവിടെ. അപ്പോൾ ആ കിണറിന്ന് ഇപ്പം കണ്ടവർ കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് വേണ്ടി കുഴിച്ച കിണറുണ്ട്. ആമേ, ഹല്ലേലൂയ. കർത്താവ് ദാഹിക്കണമെന്ന് പറയുമ്പോൾ ശമര്യക്കാർ പറഞ്ഞു ഇത് യാക്കോബ് കുഴിച്ച കിണറാണ്. ഇന്ന് തിരിച്ചു പറഞ്ഞ് നിനക്ക് വേണ്ടി ചില കിണറുകൾ ദൈവം കുഴിക്കുന്നുണ്ട്. കിണർ എന്തിനാണ് കുഴിക്കുന്നത്? കുടിക്കാൻ. വെള്ളം വേണോ? ഈ ചൂട് സമയത്ത് വെള്ളം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? ഇല്ലെങ്കിലും വെള്ളം വേണം. ദൈവം നമുക്ക് വേണ്ടി ഒരു കിണർ കുത്തുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് വേണ്ടി നീ കുഴിക്കാത്ത കിണറ്റിൽ നിന്നും ദൈവം നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഒരു കിണർ ദൈവം ഒരുക്കുന്നുണ്ട്. വീട് മാത്രമല്ല, വീട് തരുമ്പോൾ നിനക്ക് വീട് മാത്രമല്ല, കിണറൂടെ ദൈവം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല ശുദ്ധമായ വെള്ളം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. വീട് മാത്രമല്ല ദൈവം തരാൻ പോകുന്നത്, ആമേൻ, നന്മ തരും, സമ്പത്ത് വരും, കിണർ വരും. നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം ദൈവം തരും. മുന്തിരിത്തോട്ടങ്ങളും അത് മാത്രമല്ല ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരും. ചില തോട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവം ചില തോട്ടങ്ങൾ വരുന്നുണ്ട്. ചില മുന്തിരിത്തോട്ടങ്ങൾ വാങ്ങിക്കാൻ തയ്യാറായിക്കോ. ചില മുന്തിരിത്തോട്ടങ്ങൾ എടുക്കോ, വാങ്ങാനല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. ചില മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ ദൈവമക്കളെ, ചില തോട്ടം നിനക്ക് വേണ്ടി ദൈവം ചില തോട്ടങ്ങൾ ഒരുക്കുന്നുണ്ട്. കരമടിച്ച് സ്വീകരിച്ചോ. അത് സംഭവിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ വരട്ടെ സഹോദര, നിങ്ങളുടെ കയ്യിൽ വരട്ടെ. ആമേ, നിങ്ങളുടെ കയ്യിൽ വരട്ടെ. നിങ്ങളുടെ കയ്യിൽ തോട്ടങ്ങൾ വരട്ടെ. ചില തോട്ടങ്ങൾ, ഏക്കർ കണക്കിലുള്ള തോട്ടങ്ങൾ, ചില ഏക്കർ കണക്കിലുള്ള തോട്ടങ്ങൾ നിന്റെ മേൽ ദൈവം പതിച്ചു തരട്ടെ. ചില ഏക്കർ കണക്കിലുള്ള തോട്ടങ്ങൾ, ആമേ ബ്രദറെ, നിന്റെ കയ്യിൽ ദൈവം പതിച്ചു തരട്ടെ. നിന്റെ കയ്യിൽ ദൈവം പതിച്ചു തരട്ടെ. ഓ സ്വർഗത്തിലെ ദൈവം ഏകര തോട്ടം നിന്റെ മേൽ പതിച്ചു തരട്ടെ. നിങ്ങളുടെ മേൽ പതിച്ചു തരട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ, സഹോദര, നിങ്ങളുടെ മേൽ ദൈവം പതിച്ചു തരട്ടെ. ഹല്ലേലൂയ. ഇത് ഒരാളിലുള്ളതല്ല, 1000 പേർക്കുള്ളതാ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ സകലവർക്കുമാണ്. ഇന്ന് ഒരാൾക്കുള്ളതല്ല, ഇത് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് 1-2 കൈ പിടിച്ച മാത്രമല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആ ദാഹത്തോടെ പിടിച്ചെടുക്കണം. ചില തോട്ടങ്ങൾ ദൈവം തരാൻ പോകുകയാണ്. നിങ്ങൾ പറയും റബ്ബർ തോട്ടമാണോ? റബ്ബർ തോട്ടം കിട്ടിയാലും കയ്ക്കൂല. 1 ഏക്കർ 5 ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ വായിരുന്ന് കേൾക്കാൻ പോണ്ട. നീ വെട്ടണം, ഞാൻ പാലെടുക്കും. നിന്റെ ഭാര്യ സീറ്റ് അടിക്കണം, ഞാൻ വലിച്ചു പിടിക്കും. നീ വെയിലത്തിടണം, ഞാൻ ഉണക്കും. നീ വീണ്ടും വെട്ടാൻ പോകണം, ഞാൻ വിൽക്കാൻ പോകും. കണക്ക് ചോദിക്കല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ പറയും, നമ്മുടെ ഒരാളുണ്ട്, നമ്മുടെ നാട്ടിലൊരാളുണ്ട്, ഇങ്ങനെ പറയും, ഞങ്ങൾ 30 പത്തിയെങ്കിലും ജീവിക്കും. ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ 30 പത്തിയെങ്കിലും, 30 റബ്ബറല്ല 30 വെട്ടിയെങ്കിലും ജീവിക്കും. ഹല്ലേലൂയ. ചില തോട്ടങ്ങൾ നമ്മുടെ മേൽ വരുന്നുണ്ട്. യാത് തോട്ടം വേണമെന്ന് നിങ്ങൾ എന്നെ നിശ്ചയിക്കും. റബ്ബർ തോട്ടം വേണോ, മുന്തിരിത്തോട്ടം വേണോ, ഒലിവ് തോട്ടം വേണോ? പക്ഷെ ദൈവം തരാൻ പോകുന്ന തോട്ടങ്ങൾ ഫലപുഷ്ടിയുള്ളതായിരിക്കും. മുന്തിരിത്തോട്ടം, മുന്തിരിയുടെ അനുഭവങ്ങൾ, അനുഗ്രഹം, മുന്തിരിയുടെ അനുഭവങ്ങൾ ചില തോട്ടത്തിന്റെ മേൽ വരുന്നുണ്ട്. ആമേ, ഹല്ലേലൂയ. വിട്ടളയല്. ഇത് പിടിച്ചെടുക്കണം. ഈ ദൂത് പിടിച്ചെടുക്കണം. ചില നന്മകള് നിങ്ങളുടെ മേൽ വരുന്നുണ്ട്. പിടിച്ചെടുത്തോ. നിന്റെ മേൽ വരട്ടെ, നിന്റെ തലമുറ മേൽ വരട്ടെ.
അടബല ബലബല ശംദല ബൗഡബ രംദല ബൗഡബ രാജബദീന അത്തൽ പ്രൗഡബ രംദല ബൗഡ റീഗ മാന ദീന രഗനെ വൈഡ മാന റീഗ മാന ദീന രഗനെ വൈഡ മാന ദീന രഗനെ അത്തല ബൗഡബ രംദല ബൗഡ റീബ മാന. ശക്തിയോടെ 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 കരമടിച്ച് സ്വീകരിച്ചോ. ഈ നന്മ വരട്ടെ, അനുഗ്രഹം വരട്ടെ, അനുഗ്രഹം വരട്ടെ. എനിക്ക് വേണം, എനിക്ക് അനുഗ്രഹം വേണം, എനിക്ക് തോട്ടങ്ങൾ വേണം. ഓ തോട്ടം തോട്ടം, ആ ചില തോട്ടങ്ങൾ നിങ്ങളുടെ മേല് ആമേ ദൈവം എഴുതുന്നുണ്ട്, ചില ഇടപാടുകൾ ചെയ്യുന്നുണ്ട്. ചില തോട്ടം നിന്റെ പേരില് ആമേ ആമേ നിന്റെ പേരിൽ എഴുതുന്നുണ്ട്. ദൈവം തരുമെന്ന് പറഞ്ഞു. ഈ വർഷം തോട്ടം കിട്ടും. ഹല്ലേലൂയ. നല്ല തോട്ടങ്ങൾ, നല്ല വരിക്കപ്ലാവ്, നല്ല കൂഴപ്ലാവ്, ആമേ ഹല്ലേലൂയ. നല്ല മുന്തിരി അനുഭവങ്ങൾ, മുന്തിരിയുടെ അനുഭവങ്ങളുള്ള ഒരു നല്ല ഫലപുഷ്ടിയായ ചില തോട്ടങ്ങളെ ദൈവം തരുന്നുണ്ട്. ഇനി ഒരു ചക്കയ്ക്ക് വേണ്ടി അടുത്ത വീട്ടിൽ ചോദിക്കണ്ട. ഒരു ചക്ക തരുമോ? അല്ലേ? ഒരു ചക്കയ്ക്ക് വേണ്ടി ഒരു മാങ്ങ തരുമോ? അടുത്ത വീട്ടിൽ പഴുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് നിന്റെ കയ്യിൽ കുട്ടക്കണക്കിന് തരാൻ പോകുകയാണ്. നിന്റെ കയ്യിൽ കുട്ടക്കണക്കിന് നിറച്ച് തരുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ നിസ്സാരമായിട്ട് കാണുന്നല്ല. പണ്ട് കണ്ട് കൊതിച്ചു പോകുന്നിടത്ത് ഇന്ന് നിന്നെ ദൈവം മേശപ്പുറത്തിരുത്തി കുട്ടക്കണക്കിന് തീറ്റിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് മുമ്പിൽ ആരാധിക്കാൻ പറഞ്ഞത്, ആ ദൈവത്തിന് നീ സ്തുതിക്കാൻ പറഞ്ഞത്, ആ ദൈവത്തിനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. നീ ചോദിച്ചത് ഒരു മാമ്പഴം, നീ ചോദിച്ചത് ഒരു ചക്ക. ദൈവം തരാൻ പോകുന്നത് ഒരു ചക്കത്തോട്ടം, ഒരു ചക്കത്തോട്ടം. നീ ചോദിച്ചതൊരു മാങ്ങ, പക്ഷെ ദൈവം തരാൻ പോകുന്നത് ഒരു മാങ്കൂട്ട, ഒരു മാന്തോട്ടം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മാന്തോട്ടമൊക്കെ കണ്ടിട്ടുണ്ടോ? കാണണം. അതിൻ്റെ വാ, സേലം തൊട്ട് കാണാൻ തുടങ്ങിയ കർണാടക കൂടുതലും ആന്ധ്ര, കർണാടക സ്റ്റേറ്റ്, തമിഴ്നാട്, സേലം മുതൽ കാണാൻ പറ്റും. കാണേണ്ട രസം തന്നെയാണ്, അടിപൊളിയാണ്. അന്തം വിട്ടു പഴുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ പഴുത്തുനിന്ന് അവിടെ ഈ കാക്കയും വവ്വാലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. പഴുത്ത് മാവിൽ തന്നെ നിൽക്കും. ഇവിടെ പഴുത്ത് വന്നാൽ വവ്വാൽ അടിച്ചുകൊണ്ട് അങ്ങ് പോകും. അത് കാണാൻ ഈ കളർ ബൾബ് കെട്ടിയിട്ടതുപോലെയാണ്. എന്നിട്ട് ആ തോട്ടത്തിൻ്റെ അടുത്ത് ഈ മാങ്ങാപ്പഴം കൊണ്ട് വിൽക്കുക. ഒരു ഏരിയ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പട്ടം വരെ മാങ്ങ കച്ചവടം. പഴുത്ത ആ സൈറ്റ് ഇട്ട് തന്നെ മാങ്ങ വയ്ക്കും. പക്ഷെ ആ സൈറ്റ് വയ്ക്കുന്ന മാങ്ങയല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ആ തോട്ടമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആമേ. റോട്ടി വയ്ക്കുന്ന കുട്ടിയുടെ മാങ്ങയല്ല തരാൻ പോകുന്നത്, ആ തോട്ടമാണ് തരാൻ തരുന്നത്. ദൈവമക്കളെ, അങ്ങനെയാണ് നമ്മുടെ ദൈവസഭ ഒരുപാട് മാങ്ങ തിന്നും. ഈ വർഷം വരുന്ന വർഷം ഒരുപാട് മാങ്ങയും തിന്നും, ചക്കയും തിന്നും. തിന്നൂലേ വെറുതെ? തിന്നും. ദൈവസഭ തിന്നും. സന്തോഷം എന്താണ്? യേശുദാസൻ എന്താണ്? കൊള്ള. തിന്നുമ്പോൾ നമ്മൾ പറയും കൊള്ളയാണ് വരണത്, കൊള്ളയാണ്. ദൈവമക്കൾ അനുഗ്രഹം ഒരു കൊള്ളയിൽ കിടപ്പുണ്ട്. അനുഗ്രഹം ഒരു കൊള്ളയിൽ കിട. ദൈവസഭയ്ക്ക് അനുഗ്രഹം വരുമ്പോൾ, ദൈവമക്കൾക്ക് അനുഗ്രഹം വരുമ്പോൾ അത് കൊള്ളയായി മാറുന്നുണ്ട്. തോട്ടങ്ങൾ നിന്റെ പേരിന് രജിസ്റ്റർ ആവുന്നുണ്ട്. നിന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്വർഗം സൈൻ അടിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി സീൽ അടിക്കുന്നുണ്ട്. നിന്റെ പേരിന് വേർതിരിക്കുന്നുണ്ട്. നിന്റെ പേരിന് ഒരു സെന്റ് ഇപ്പോൾ ഇല്ല. ഒരു സെന്റും ഇല്ലെങ്കിൽ ചില സെന്റുകളെ ഏക്കറുകൾ നിന്റെ പേരിന് എഴുതുന്നുണ്ട്. വസ്തു കിട്ടാതെ നിങ്ങളെ കുടുംബത്തിനകത്ത് വസ്തു കിട്ടാതെ ആരെങ്കിലും ഈ ചാനലിലൂടെ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് വസ്തു കിട്ടാൻ പോവുകയാണ്. ആത്മാവ് എന്നോടൊരു ദൂത് പറയാൻ പറഞ്ഞു. നിങ്ങളെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വസ്തുക്കൾ തരുന്നില്ല. പ്രായം ഏറിയാലും വിട്ടും കൊടുക്കണില്ല. മക്കളായിട്ട് വസ്തു കൊടുക്കാത്തവരുണ്ട്. പിടിച്ചു വെച്ചിരിക്കുന്നവർ ഈ ദൂത് കേൾക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് അപ്പനമ്മയോടും അമ്മയുടെ ഹൃദയത്തിനകത്തോ അപ്പൻ്റെ ഹൃദയത്തിനോ ഇടപെടുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കണം. ചില തോട്ടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. തോട്ടം നിന്റെ പേനേക്ക് ദൈവം മാറ്റിയിരുന്നുണ്ട്. അവിടെ നേക്ക് തിരിക്കുന്നുണ്ട്. കാര്യം എന്താ? വചനം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി മുന്തിരിത്തോട്ടം വേർതിരിക്കും, ഞാൻ നിനക്ക് വേണ്ടി ഒലിവ് തോട്ടത്തെ വേർതിരിക്കുന്നുണ്ട്. നിനക്ക് തരാമെന്നല്ല പറയുന്നത്, തരുമെന്ന്.
കിട്ടിയെന്നുള്ള വിശ്വാസത്തോടെ ഇരിക്കണം. എനിക്കത് കിട്ടി, എൻ്റെ ദൈവം എനിക്ക് തരും. നിങ്ങൾ വിചാരിക്കും പറയുമ്പോൾ ഇത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, ഇത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ ഇന്നലെ പ്രസംഗിച്ചിടുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, നിങ്ങളെ വീട് നിങ്ങൾക്കറിയാം, പക്ഷേ വീട് മറ്റുള്ളവർക്ക് അറിയണമെങ്കിലും ദൈവത്തിന് ഒരു പക്ഷി അറിയാം, കഴുകനറിയാം. കഴുകനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ ദൈവത്തിന് അറിയാം. ഒരു ചാക്ക് പണം എടുത്ത് നിങ്ങളെ വീട്ടിൻ്റെ മുകളിൽ പൊക്കിക്കൊണ്ടിട്ടാൽ നിങ്ങൾ വേണ്ടെന്ന് അറിയോ? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? നിങ്ങളെ വീട് നിങ്ങൾക്കറിയാം, പക്ഷെ മറ്റൊരാൾ അറിഞ്ഞൂടാ, ദൈവത്തിനറിയാം. പക്ഷെ കഴുകൻ എന്ന സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിഞ്ഞൂടാ, കണ്ടിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ വരാൻ പോകുന്ന കഴുകനെ നിങ്ങൾ കണ്ടിട്ടില്ല, ദൈവം കണ്ടിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഒരു ചാക്ക് പണം കൊള്ള എടുത്ത് വീട്ടിൻ്റെ മുകളിൽ ഇട്ടേറിയാണ്. ഈ വിശ്വാസം നഷ്ടപ്പെട്ട മങ്ങിയിരിക്കുന്നോട് വിളിച്ച് പറയുകയാണ്, വിശ്വാസം നഷ്ടപ്പെട്ട് മങ്ങിയിരുന്ന് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഞങ്ങൾക്ക് ഇനി ഒന്നും കിട്ടാൻ പോണില്ല, ഒരു ചാൻസും ഇല്ല. അടഞ്ഞു പയ്യ മണ്ട അടച്ചു പോയ തെങ്ങുകളോട് പറയണം, ചില മണ്ട പോയതുണ്ട്, മണ്ട അടഞ്ഞു പോയ തെങ്ങുണ്ട്, ഒരു നായും പിന്നെ വരാൻ ഒരു ചാൻസും ഇല്ല. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ എനിക്ക് തെങ്ങും തൈയുണ്ട്, നോക്കിയപ്പോൾ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. വന്നപ്പോൾ ഒരു പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു, അതിൻ്റെ മണ്ടയിലൊക്കെ കേട് വന്നു, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു 4-5 വർഷത്തെ അധ്വാനമുണ്ട്. നല്ല തെങ്ങും തൈയാണ്. ആ തെങ്ങും തൈ വന്ന് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ആ നായമ്പൊന്ന് അഴുകിപ്പോയി. എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു. ദൈവമേ, ഞാൻ നല്ലപോലെ എനിക്ക് നല്ല ദൈവം തരുന്നെല്ലാം നല്ലപോലെ ഞാൻ നോക്കി വളർന്നത്, പെട്ടെന്ന് എൻ്റെ നായമ്പൊന്ന് അഴുകിപ്പോയല്ലോ. എനിക്ക് വിഷമം തോന്നി, മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ആ തെങ്ങിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അപ്പാ ഈ തെങ്ങ് എന്തായാലും മുറിച്ചുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒന്ന് പ്രാർത്ഥിച്ചു, സ്തോത്രം, വേറെ ഒന്നും പറയില്ല. ഒരു സ്തോത്രം പറഞ്ഞിട്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നായമ്പ് പൊയ്യതിന് സ്തോത്രം പറയുന്നതാണോ വരാൻ പോണ ഒറ്റ സ്തോത്രം പറയും, ഞാൻ അങ്ങ് പോയി. അടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത് വരുന്നുണ്ട് സംഭവം. ഞാൻ എൻ്റെ കൂടെ വന്നവരെ കാണിച്ചതാ, ഞാൻ അവിടെ ഉണ്ട്. നായമ്പും അഴുകിപ്പോയതാ. നല്ല തെങ്ങിൻ്റെ ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞാൽ അത് കായ്ക്കാറായതാ. മണ്ട മൊത്തം അഴുകിപ്പോയി. ഒറ്റ സ്തോത്രം പറഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല, മണ്ട വരട്ടെ എന്നും പറഞ്ഞില്ല, നശിച്ച് പോകാനെന്നും പറഞ്ഞില്ല. എന്തായാലും ഒരു സ്തോത്രം പറഞ്ഞ് ഞാൻ സങ്കടത്തോടെ അങ്ങ് പോയി. 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ അവിടെ അതിനകത്തൂടെ അത് പോയിട്ട് അടുത്ത തിളിർപ്പ് കയറി വരുന്നുണ്ട്. കാര്യം എന്താണ്? പ്രതീക്ഷ ഇല്ലാത്തടുത്ത് ചില പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, ചില മണ്ട അഴിപ്പോയ തെങ്ങിന്റെ അനുഭവത്തെ പോലെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ നോക്കി പറയുന്നു, ചില പ്രതീക്ഷകൾ വെച്ചോ. ഇങ്ങനെയുള്ളവരിനകത്തുണ്ട്, കേൾക്കുന്ന ഒരു പ്രതീക്ഷയില്ല. തെങ്ങിന് മണ്ട വയ്യ, മുറിച്ച് കളയല്ലേ, അടുത്ത് വേറെ തെങ്ങിൻ തൈ വയ്ക്കുക, അതേ ഉള്ളൂ. തെങ്ങിന് മണ്ട വയ്യ, അടുത്തതിന് തട്ടിക്കളഞ്ഞിട്ട് വേറെ തൈ വയ്ക്കുക. ഇനിയും ഒരു 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ആവും. അങ്ങനെ തെങ്ങിൻ തൈ വെച്ച് നമ്മളൊരു പരുമാവും. തെങ്ങിൻ തൈ വെച്ച് നമ്മൾ. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ തരും. നഷ്ടപ്പെട്ടു പോയതിനെ കിളിർപ്പിക്കുവാൻ പ്രതീക്ഷയില്ലാത്തടത്തൊരു പ്രതീക്ഷ ദൈവം. ചില തോട്ടങ്ങൾ നിങ്ങളുടെ മേൽ വരുമ്പോൾ, ചില അനുഗ്രഹം നിങ്ങളുടെ വരുമ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരോട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക്. ഒരു പ്രതീക്ഷ വെച്ചോ, ദൈവം നിന്നെ അനുഗ്രഹിക്കോ, ഒരു പ്രതീക്ഷയിൽ കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് തരും, ദൈവം തരും, നിശ്ചയമായിട്ട് ദൈവം തരും. തരുന്ന ദൈവമാണ്. ആമേൻ. അബ്രഹാം അടുത്ത് വായിച്ചേ. മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. മുന്തിരിത്തോട്ടം തരും, ഒലിവ് തോട്ടം തരും, നിനക്ക് തരും. അടുത്ത് പറയും, നീ തിന്നും. തരിക മാത്രമല്ല, തിന്നും. പലരും തൈവയ്ക്കും, കിട്ടും, അനുഭവിക്കാനുള്ള യോഗമില്ല അല്ലേ? ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അനുഭവിക്കുക. എത്രയോ ഒരു തെങ്ങ് നട്ടിട്ട് പറയും, എൻ്റെ കൂടെ നിൽക്കിട്ട് പറയും, എനിക്ക് തിന്നാനുള്ള ഭാഗ്യമുണ്ടോ? പറയാം, നിനക്കും തിന്നാൻ പറ്റും, നിൻ്റെ തലമുറയ്ക്ക് തിന്നാൻ പറ്റും. ദൈവം പറയും, ഹല്ലേലൂയ. ചില തൈയൊക്കെ നടുമ്പോൾ ചോദിക്കും, ഇത് എനിക്ക് കിട്ടുന്നൊരു ഫലം കിട്ടുമോ? കിട്ടും. കാര്യം എന്താണ്? ദൈവം പറയും, നിനക്ക് തരുമെന്ന്. തരികയും നീ തിന്നുകയും തൃപ്തി വരികയും ചെയ്യും. തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അളന്ന് തരുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ തന്നാ തൃപ്തിപ്പെടുത്തില്ല. ദൈവം വീണ്ടും പറയുന്നു, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. തൃപ്തിപ്പെടുത്തുമ്പോൾ അടുത്ത് നീ മറക്കരുത്, നിന്നെ
ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന്. നമ്മൾ അടിമ വീട് മറക്കരുത്. എപ്പോഴും ഓർമ്മ വേണം, നമുക്കൊരു അടിമ വീടുണ്ട്. എൻ്റെ കുടുംബ വീടല്ല, അതിനപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, അടിമ വീട് മിസ്രയീം. മറക്കരുത്, ഒരു അടിമ വീടുണ്ടായിരുന്നു. പാപത്തിൽ കിടന്ന അടിമ, പാപത്തിൻ്റെ ലോകത്തിൻ്റെ നാറ്റം പിടിച്ച ഒരു വീടുണ്ടായിരുന്നു, അടിമ വീട്. പാരമ്പര്യത്തിൽ കിടന്നൊരു വീടുണ്ട്, അടിമ വീട്. ദൈവത്തെ അറിയുന്ന വിഗ്രഹങ്ങളെ സേവിച്ച് പാപത്തിലേക്ക് കർമ്മം ചെയ്ത് പൂജയും കർമ്മവും അതെല്ലാം ചെയ്തൊരു വീടുണ്ട്, അടിമ വീട്. അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു അടിമ വീട് നമുക്കുണ്ടായിരുന്നു. അടിമ വീടായ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ ദൈവത്തെ മറക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇതൊക്കെ ആരൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ ആരൊക്കെയോ മറക്കാനുള്ള ചാൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. ദൈവത്തെ മറക്കലെന്ന് കൈ പിടിച്ച് പറ. ഇതിനകത്ത് വീണ്ടും ദൈവം ആവർത്തിച്ച് പറഞ്ഞു, നീ ദൈവത്തെ മറക്കരുത്. അനുഗ്രഹം കിട്ടുമ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട്. മറക്കലെന്ന് ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾക്കൊരു നന്മ കിട്ടുമ്പോൾ മറക്കരുത്. അനുഗ്രഹം കിട്ടുമ്പോൾ മറക്കരുത്. വീട്, കൂട്, കന്നുകാലികൾ, ആട്, മാടുകൾ സകലതും കിട്ടും. തോട്ടം കിട്ടും, കിണറുകൾ എല്ലാം കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറന്നാൽ, എൻ്റെ ദൈവത്തിന് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറയുന്നത് മറക്കുന്നത്. നന്ദിയോട് കാണിച്ചാൽ ദൈവം മറക്കത്തില്ല. ദൈവത്തിന് നന്ദിയോട് കാണിക്കരുത്. ദൈവം ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് നന്ദിയോട് കാണിച്ചാൽ, നിന്നെ ഒന്നുമില്ലായ്മെന്നുകൊണ്ട് ഇന്ന് എന്തൊക്കെയും ആക്കിയിട്ടുണ്ടെങ്കിൽ നീ വന്നതല്ല, ദൈവം കൊണ്ടുവന്നതാ. ഈ ദേശത്ത് ഞാൻ വന്നതല്ല, എൻ്റെ അപ്പ ഈ ദേശത്ത് കൊണ്ടുവന്നതാണ്. ഈ ദേശം എൻ്റെതാണോ? അല്ല. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? അടിമ വീടായ മിസ്രയീമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പാപത്തിൻ്റെ നാറ്റം പിടിച്ച് മൂക്ക് പൊത്തുന്ന അനുഭവത്തിൽ നിന്ന് കയറി വന്ന ദൈവം ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന ജനമേ, നീ എൻ്റെതാണ്. നീ മറക്കരുത്. നിങ്ങൾക്ക് അനുഗ്രഹം വരും, നന്മ വരും, വീട് വരും, കാർ വരും, സകല നന്മയും വരും, തോട്ടം വരും, വസ്തു വരും, പണം വരും, സകല അനുഗ്രഹം കിട്ടും. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മയും വരുവാനുള്ള ചാൻസിനകത്ത് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുമ്പോൾ ഉന്മേഷത്തോടെ. ക്ഷീണമുണ്ടോ? ഹല്ലേലൂയ. പണമാണ് വരാൻ, 10 പണം കിട്ടിയ ഉന്മേഷം വരില്ലേ? ഹല്ലേലൂയ. അടുത്ത നല്ലൊരു വണ്ടി കിട്ടാൻ പോണ്, 4 വീലർ വരാൻ പോണ്, സന്തോഷമില്ലയോ? ഒന്നല്ല, ഒന്നിൽ പരം വാഹനങ്ങൾ. ഒരു തോട്ടമല്ല, ഒന്നിൽ പരം തോട്ടങ്ങളാണ് കാണുന്നത്. മുന്തിരി തോട്ടം മാത്രമല്ല, ഒലിവ് തോട്ടങ്ങൾ. ആമേ, ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച് നീ നന്മകളെ തരുമ്പോൾ, തിന്ന് തൃപ്തിപ്പെടുമ്പോൾ ഇരുന്ന് കുത്തരുത്. ദൈവത്തിൻ്റെ ഇടയിൽ, പല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ കുത്തരുത്. ഈ പല്ലിൻ്റെ ഇടയിൽ ഇറച്ചി, കാടപ്പക്ഷി ഇടയ്ക്ക് ഇരുന്നപ്പോഴാണ് അടുത്ത കുത്ത്. ഇറച്ചി വേണം, എനിക്ക് മന്ന എന്താണ്, കാടപ്പക്ഷി വേണം, അല്ല ഇറച്ചി വേണമെന്ന് പറഞ്ഞു. ദൈവം ഒന്നാന്തര കാടപ്പക്ഷി ഇറക്കി കൊടുത്തു. കടലിൽ കിടക്കുന്ന തിമിംഗലത്തെ കാറ്റുകൊണ്ട് അടിച്ചു, അതിനെ ചിതറിച്ചു, മാംസങ്ങളായി ചിതറിച്ചു, അതിൻ്റെ മേൽ ചിറക് പിടിപ്പിച്ചു, മരുഭൂമിയിൽ ഇറക്കി കൊടുത്ത ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. കടലിൽ കിടന്ന മത്സ്യത്തെ, തിമിംഗലത്തെ അടിച്ചു, അങ്ങോട്ടാണ് അടിച്ച് ചിതറിച്ചു, മാംസങ്ങൾ ചിതറി, അതിനകത്ത് തൂവൽ വെച്ച് പിടിപ്പിച്ചു, മരുഭൂമിയിൽ പറന്നിറങ്ങി തൻ്റെ മക്കൾക്ക് വേണ്ടി. അതാ കാടപ്പക്ഷി. ഈ ഇറച്ചി നമ്മെ തിന്നുകൊണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഇറച്ചിയാണ് കാടയിറച്ചി. ഈ കാടയിറച്ചി തിന്നു കഴിഞ്ഞാൽ തിന്നും കൊണ്ട് പല്ലിൻ്റെ ഇടയിൽ അടുത്ത കുത്തക്ക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, തിന്നും കൊണ്ട് എല്ലിൻ്റെ ഇടയിൽ കയറല്. എല്ലിൻ്റെ ഇടയിൽ കയറരുത്. എല്ലിൻ്റെ ഇടയിൽ കയറാതിരിക്കണം. എന്ത് ചെയ്യണം? നല്ലപോലെ പ്രാർത്ഥിക്കണം, നല്ലപോലെ ഉപവസിക്കണം. ഹല്ലേലൂയ. ഉപവസിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വിടുതലാവും. ഈ കൊഴുപ്പ് ഇത് കിടന്ന് രണ്ട് ആരെങ്കിലും അടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് പോകും, അല്ലെങ്കിൽ 2 ഉപവസിച്ചാൽ മാറും. യാതെങ്കിലും ഒന്ന് സംഭവിച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചില പോലീസുകാരന്മാർ കൊണ്ടിട്ട് കുനിച്ചിട്ടിരിക്കുന്നത്, അല്ലേ? സഹോദരന്മാരെ പിടിച്ചില്ലേ? പോലീസ് അടിക്കുമെന്നിട്ട് അടിക്കും. ഇപ്പോഴും അടി കൊടുക്കുന്നവരുണ്ട്. വെളിയിലൊന്നും വരത്തില്ലെന്നുള്ള അടി നല്ലപോലെ കൊടുക്കേണ്ടവർക്ക് മുറിവില്ലാത്തതിൽ പബ്ലിക്കാർ പറയുന്നില്ല, മുറിവില്ലാത്തതിൽ നല്ലപോലെ കിട്ടുന്നുണ്ട്. നല്ലപോലെ അവരുടെ റൂൾസ് അങ്ങനെയാണ്, നല്ലപോലെ ഇളക്കും. പക്ഷേ വചനം പറയുന്നു, നീ തൃപ്തിപ്പെടും. നീ മറക്കരുത്. നടത്തിയ വിധങ്ങൾ നീ മറക്കരുത്. ഒരടിമ വീട്ടിൽ നിന്ന് വന്ന മറക്കരുത്. നീ ദൈവത്തെ മറക്കാതെ സൂക്ഷിക്കണം. എവിടെയും സൂക്ഷിക്കണം. നീ ബന്ധുക്കളടുത്ത് സൂക്ഷിക്കണം, നാട്ടുകാരുടെ സൂക്ഷിക്കണം, മറ്റുള്ള സൂക്ഷിക്കണം. എൻ്റെ ദൈവത്തെ വിട്ടുള്ള കളിയില്ല.
നിന്റെ അനുഗ്രഹത്തിന് മുമ്പിൽ പറ, ദൈവത്തെ വിട്ടുള്ള കളിയില്ല. ദൈവം പറയുന്നു എന്താണെന്നുള്ളത്. ആമേ, ദൈവം പറയുന്നതിന് അപ്പുറമായിട്ട് ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഒരു ആവശ്യമായിട്ട് വരികയാണ്, ദൈവ ആലോചനയില്ലാതെ പണം എടുത്ത് കൊടുക്കരുത്. നിങ്ങൾ നന്മാരെങ്കിലും വന്നാൽ പെട്ടെന്ന് ചാടിക്കറി കൊടുക്കരുത്. എന്തെങ്കിലും ദൈവാലോചനയും പ്രാർത്ഥനയില്ലാതെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും പണി കിട്ടും, നിങ്ങൾക്കും പണി കിട്ടും. ഹല്ലേലൂയ. അവസാനം പിണങ്ങേണ്ടി വരും. ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ഒന്നും ചെയ്യരുത്. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ദൈവഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്. ദൈവത്തെ നമ്മൾ വചനത്തെ മുറുകെ പിടിക്കണം, നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഗ്രഹം നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. തന്ന ദൈവത്തിന് തിരിച്ചെടുക്കുവാനും പറ്റുമോ ഇല്ലയോ? ഉയർത്തിയ ദൈവത്തിന് താഴ്ത്താൻ പറ്റൂല്ലയോ? ഇവിടെ നോക്കി, ശൗലിനെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ശൗല് തെറ്റ് ചെയ്തപ്പോൾ, കൽപ്പന ലംഘിച്ചപ്പോൾ അടുത്ത് ദൈവം എന്താ പറയുന്നത്? ശമൂവേൽ പ്രവാചകൻ എന്താ പറയുന്നത്? ഞാൻ അവനെ തള്ളിയിരിക്കുന്നു രാജസ്ഥാനത്ത് നിന്നും, ഞാൻ അടുത്ത് മാറ്റി കാട്ടിക്കിടക്കുന്ന ദാവീദിനെ രാജസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞത്, നന്മ നഷ്ടപ്പെടരുത്, ദൈവ അനുഗ്രഹം നഷ്ടപ്പെടരുത്, സൂക്ഷിക്കണം. സഹോദരന്മാരെ, സൂക്ഷിക്കണം. ദൈവം നമ്മളൊരു പദവിയിൽ കയറ്റിയ സൂക്ഷിക്കണം. നമ്മളൊരു അനുഗ്രഹത്തിരുന്ന സൂക്ഷിക്കണം. നിങ്ങളെ ഒരു കശാരയിലേക്ക് കയറ്റി, അല്ലേ, ഒരു അനുഗ്രഹത്തെ ചെയറിലേക്കുള്ള കയറ്റി, അല്ലെങ്കിൽ നിങ്ങൾ കറങ്ങുന്ന കശാരയിലേക്ക് കയറ്റി, അല്ലെങ്കിൽ അതല്ല സാധാരണ ചെയറിലാണ് ഇരുത്തിയത്, ഒരു മാന്യതെന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ആമേ, ഹല്ലേലൂയ. ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നാൽ, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. എപ്പോഴും അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ദൈവത്തിൽ നന്ദിയോട് കാണിച്ചാൽ ദൈവം എടുത്ത് കളയും. ദൈവസ്ഥാനിൽ എപ്പോഴും നന്ദിയോട് കാണിച്ചാൽ, ദൈവത്തെ വിട്ട്, ദൈവത്തെ കൽപ്പന വിട്ട് ആമേ എന്തെങ്കിലും ഗുണ്ടായ്പ് കാണിച്ചാൽ ദൈവം എന്ത് ചെയ്യും? അവിടെ നിന്ന് എടുത്ത് കളയും. മറക്കല്ലേ, കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ഭാഗമാണ്. ഞാൻ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കേൾക്കുന്നവർ ചോദിക്കും, ഇത് മാത്രമേ ഉള്ളൂ? അത് മറന്നു പോവാതിരിക്കുവാനാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. നഷ്ടപ്പെടുക, അനുഗ്രഹം വരുമ്പോൾ നഷ്ടപ്പെടുക ഒരുപാട് ചാൻസാണ്. അങ്ങറ്റത്തിരിക്കുന്നവരെല്ലാവരും കാണുന്നുണ്ടോ? നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ ചാൻസ് അവിടെ കാണാനുള്ള എല്ലാ ചാൻസും തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അടുത്ത് ഉറങ്ങുന്നവരത് തട്ടി പിടിച്ച് പറ, സൂക്ഷിക്കണം, സൂക്ഷിക്കണം, ഉറങ്ങിപ്പോകരുത്, അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും. ഉറങ്ങിപ്പോകരുതേ, അനുഗ്രഹം ഉറങ്ങിപ്പോകരുത്. ഇവിടെ ഒരാൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണ്, പത്രോസ് ഉറങ്ങിപ്പോയത് കൊണ്ടാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. സൂക്ഷിക്കണം, വചനം സൂക്ഷിക്കണം. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മളെപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇത് നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. ദൈവം നിങ്ങളെ നോക്കി എന്ന് പറയുകയാണ്, കളയരുത്. തൻ്റെ മക്കൾക്ക് തരുന്ന അനുഗ്രഹം കളയരുത്. നിനക്ക് തരുന്ന അനുഗ്രഹം നിനക്കാണ്, അത് നഷ്ടപ്പെടാതിരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. വായിച്ചോ. യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് നീ അവയെ സേവിക്കണം. ആദ്യ ദൈവം സേവിക്കണം, അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. കൈപിടിച്ച് പറ, അന്യദൈവത്തിന്റെ പിന്നാലെ പോവല്ലെന്ന്. സൂക്ഷിക്കണമെന്ന് പറ. എനിക്കിത് കേൾക്കാനുള്ള ത്രാണിയില്ല. ഇത് കേൾക്കേണ്ട ത്രാണി എനിക്കില്ല. ഞാനിത് പ്രസംഗിക്കണമെങ്കിൽ അങ്ങ് പോകും, അല്ലേ? ഒന്നുകൂടെ ഒന്ന് വായിച്ചാലെന്ത്? ഉറങ്ങിപ്പോവാതെ. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. ഞാൻ പ്രസംഗിക്കുന്നില്ല, കേക്ക്. അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവന്റെ നാമത്തിൽ സത്യം ചെയ്തോ. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിക്കും. നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നു. തീഷ്ണത. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഇനി ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി രണ്ട് കിട്ടിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കരുത്.
എൻ്റെ നമ്പർ മാറില്ല, ഞാൻ ഫോൺ എടുക്കൂല. ഉള്ള കാര്യം പറയുകയാണ്. ദൈവഹിതമില്ലാത്ത ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല, എന്നെ വിളിച്ചാൽ വരത്തില്ല. പിന്നെ വിശ്വാസികളെ വിളിക്കണ്ട, സ്ഥാപനത്തിലും വിളിക്കണ്ട. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിൽ ആരെയും വിളിക്കണോ? വിളിക്കണ്ട. പള്ളിയിൽ ആരെയും വിളിക്കണോ? പാസ്റ്റർ പറയണ ഇല്ല, പോവില്ലല്ല. പോവോ? പോണ്ട. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്തത് നമുക്ക് വേണ്ട. അന്യദൈവത്തെ സേവിച്ച് അടി വാങ്ങിച്ച് വരുമ്പോൾ യേശുവാസറെ പോവരുത്. സ്നേഹമൊക്കെ ശരി തന്നെയാണ്. അണ്ണാന്നൊക്കെ വിളിക്കും, അണ്ണാ പോവരുത്. അന്യദൈവത്തെ സേവിച്ച് അടി വാങ്ങിച്ച് വരുമ്പോൾ സഹായിക്കാൻ വേണ്ടി പോകരുത്. ദൈവം ആരാണ്? തീഷ്ണുള്ള ദൈവമാണ്. ദൈവത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ നിന്നെ ഭൂമിയിൽ നിന്നും, ഞാനല്ല പറയുന്നത്, ദൈവവചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. വചനത്തിന് നമ്മൾ കീഴടങ്ങണം. വചനം വിട്ടുള്ള ഒരു കളിയും വേണ്ട. നിൻ്റെ മക്കളുടെ ചെവിയിൽ ഞങ്ങൾ ഓതിക്കൊടുക്കണം. ഈ ബൈബിള് എല്ലാവരും കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. ഈ ചാനലിലൂടെ കേൾക്കുന്നവരൊക്കെ നോട്ട് ചെയ്ത് എവിടെ കിട്ടും. നിങ്ങളിപ്പോൾ എവിടെയാണ് ജോലിയുടെ സ്ഥലത്തേക്ക് കേൾക്കുന്ന യൂട്യൂബിലൂടെ ഇത് നോട്ട് ചെയ്തിട്ട്, നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങൾ നാട്ടിൽ മക്കൾക്ക് അയച്ചു കൊടുക്കണത്. ഈ പ്രസംഗം പെട്ടെന്ന് കേൾക്ക്. നീ കേൾക്കണം, ഈ വചനം കേൾക്കണം. നഷ്ടപ്പെടുവാൻ കാര്യം എന്താണെന്നോ? ഈ ദൈവത്തെ പറ്റിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ദൈവം ആരെന്നിട്ടാ? ജീവനുള്ള ദൈവമാണ്. മറ്റുള്ള അന്യദൈവത്തെ സേവിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ എടുത്തൊരു വഴിപാടും ചെയ്യാം, അപ്പുറത്തൊരു പൂജയും ചെയ്യാം, ഇത്തിരി പുണ്യവെള്ളം വാങ്ങിച്ച് അടിച്ചിട്ട് പോയി പരിപാടി തീർന്നു. ഇത് പുണ്യവെള്ളം അടിച്ചാലും തീരില്ല, പൂജ ചെയ്താലും തീരില്ല, ഒരു പരിപാടി തീരില്ല. പക്ഷേ ദൈവം വലിച്ച് കീറിക്കളയും. കാര്യം എന്താണ്? തീഷ്ണതയാണ്. കളി ദൈവത്തോടാണ്. വേണ്ട, ദൈവത്തെ വിട്ടുള്ള കളി വേണ്ട. ദൈവം പറഞ്ഞു, ഞാൻ വിരോധമായി, എനിക്ക് വിരോധമായി ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ദൈവത്തിനെതിരായിട്ട് വിരോധമായി ചെയ്താൽ, നീ വിരോധമായി, ദൈവനാമത്തിന് വിരോധമായി ഒന്നും ചെയ്യരുത്. ദൈവഹിതത്തിനില്ലാതെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഈ വചനം കേട്ടത് കൊണ്ട് നിങ്ങൾ പറയും, എനിക്ക് കുഴപ്പമില്ല, ഞാൻ സ്നാനപ്പെട്ടില്ലല്ലോ. സ്നാനപ്പെട്ടവർക്കല്ലേ കുഴപ്പമുള്ളൂ. പക്ഷെ നീ വചനം കേട്ടത് കൊണ്ട് നീ മറന്നാലും ഈ തൂണുകൾ നിനക്ക് വേണ്ടി സംസാരിക്കും. സ്നാനപ്പെട്ടെന്ന് സ്നാനപ്പെടാത്തവർക്കൊന്നുമല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ചിലർ സ്നാനപ്പെട്ടവർക്ക് മാത്രമാണ്, ബെന്തിക്കോസുകാർക്കാണ്, ഇത് മുങ്ങി സ്നാനപ്പെട്ടവരാണ്, ആമേ കമ്മലുമാല ഊരിയവർക്കാണ് എന്നില്ല, എല്ലാവർക്കും ഉള്ളതാണിത്. അപ്പൊ ചൂട് എല്ലാവർക്കും തരയില്ലേ? ഞാൻ മഴ വരുമ്പോൾ എല്ലാവർക്കും തരും. സ്നാനപ്പെട്ടവർക്ക് മാത്രമല്ലല്ലോ ചൂട്, മഴ വരുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അല്ലേലും എല്ലാവർക്കും ഒരുപോലെ അളന്നു വരുന്നു. അപ്പോൾ ദൈവ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവത്തിന് വിരോധമായി, അനുഗ്രഹത്തിന് വിരോധമായി നീ പ്രവർത്തിക്കരുത്. കാര്യം എന്താണ്? വിരോധമായി ജ്വലിച്ചാൽ, നീ വിരോധമായി ചെയ്താൽ ദൈവത്തിന് കോപം വരും. കോപം നിനക്ക് വിരോധമായി ജ്വലിക്കും. നിന്നെ ഭൂമിയിൽ നിന്നും നശിപ്പിക്കാതിരിപ്പാൻ നോക്കിയുള്ള, ഭൂമിയിൽ നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമരിക ജാതികളുടെ ദൈവമാരുടെ അന്യതയുടെ പിന്നാലെ പോകരുത്. ഇനിയിപ്പോൾ സമയമായി വരികയാണ്, അല്ലെ അടുത്ത സമയം കഴിഞ്ഞു. അവിടുത്തെ വരലാൻ നീ പറഞ്ഞില്ലേടി അക്ക, വരാം. നീ വന്നില്ലെങ്കിൽ സാധനം ഞാൻ അടുക്കള കൊണ്ട് വെച്ചാൽ മതി, ഞാൻ എടുത്ത് കഴിച്ചോളാം. പോണതും കഴിക്കണതെല്ലാം തുല്യം തന്നെയാണ്. അവസാനം പറയും, ഇവിടെ കിടന്നിട്ട് പാസ്റ്റർ ഛർദിക്ക്, അത് വരട്ട്, വരൂല്ല. അണ്ടപ്പുറ്റ് വരട്ട്, വരൂല്ല. പൊങ്കാല വരട്ട്, വരൂല്ല. ചുറ്റുകളൊക്കെ വരട്ട്, വരൂല്ല. കറങ്ങി തിരിഞ്ഞ് അടിച്ചതെല്ലാം അവസാനം പാസ്റ്റർമാർക്കാണ് പണി. നമ്മുടെ ആരോഗ്യവും പോകും. ഇതെല്ലാം നമ്മുടെ മണ്ടയിലാണ് വരുന്നത്. ഇത് വരാതിരിക്കുവാനാണ് വിളിച്ച് പറയുന്നത്. ദൈവം നിന്നെ ചുറ്റിക്കൊള്ളും. ദയ കൊണ്ട്, ദൈവത്തിൻ്റെ ദയ, ദൈവത്തെ മറക്കരുത്. ദൈവം നിന്നെ ചുറ്റിക്കൊള്ളും. ദയ കൊണ്ട് അവൻ നശിപ്പിക്കാതിരിക്കുക, ചുറ്റിയിരിക്കുന്നു. ജാതികളുടെ ദൈവന്മാർ അന്യ നോക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ ദയയെ ചുറ്റിക്കൊള്ളണം, അനുഗ്രഹത്തെ ചുറ്റി പിടിച്ചോളണം, ദൈവത്തെ മുറുകെ പിടിച്ചോളണം. നിങ്ങൾ മറ്റത് വിട്ട് പോകരുത്. നിങ്ങൾ ദൈവത്തെ വിട്ട് ഇപ്പം മാറി പോകുന്നവരുണ്ട്. ഇവിടെ പള്ളിയിൽ വന്നിട്ട് അടുത്ത് വേറെ പള്ളിയിൽ പോകുന്നവരുണ്ട്. ഇവിടെ ഒന്ന് ആരാധിച്ചിട്ട് വേറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അന്യദൈവം എന്ന് പറയണത് യേശുക്രിസ്തുവിനെ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന അന്യദൈവമാണ്. യേശുക്രിസ്തുവിനെ ഉണ്ടാക്കി വെച്ച് ഇവിടെ വന്ന് ആരാധിച്ചിട്ട് വെട്ടുകാട് പോണവർ ഒന്ന് സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഇവിടെ വന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച ഒരു വെട്ടുകാട് പോണവർ സ്തോത്രം പറഞ്ഞേ. ആരും പറയില്ല. തൃപ്തിപ്പെടാത്തോണ്ടാ പോണത്. നീ അന്യടുത്ത് പോണത്. ദൈവം നിന്നെ നശിപ്പിക്കും. കാര്യം എന്താണ്? നീ യഹോവയുടെ ദൈവസന്നിധിയിൽ ഇരിക്കാതെ
അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ ദൈവത്തെ ഭയപ്പെടാതെ ഇവിടെ തൃപ്തിപ്പെടാതെ മറ്റൊരു ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ ദൈവത്തെ ദൈവമായി കാണ്. ഇവിടെ വന്നാൽ എനിക്ക് അനുഗ്രഹം കിട്ടും, ഇവിടെ വന്നാൽ നന്മ പ്രാപിക്കാം. കാരണം ഇവിടെ വചനമായിട്ടാണ് തരുന്നത്. പാല് പോലെ വിതരണം, പാല് കൂടെ വെള്ളം ചേർത്ത് വേറെ എന്തെങ്കിലും കളർ കയറ്റി തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കളർ കയറ്റി തരാനൊക്കെ ഉണ്ട്, അത് ഈ ഇവിടെ നടക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നിവിടെ കേട്ടിട്ട് നിങ്ങൾ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു നിന്നെ നശിപ്പിക്കും, പോയാ നശിപ്പിക്കും. അല്ല എല്ലാവരും ഉണ്ടോ? എല്ലാവരും മുഖം എന്നു കണ്ടോ? ഞങ്ങൾ പലയിടത്തൊക്കെ പോവും, അവിടെ ചെല്ലുമ്പോൾ അറിയാം ആരൊക്കെ ചെന്ന് കുമ്പിട്ട് നിൽക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ കറങ്ങും, രാത്രിയും പകലൊക്കെ കറങ്ങും. പലരൊക്കെ കാണുമ്പോൾ പോണ പോക്കുകൾ കാണണം. ഹല്ലേലൂയ. ചിലർ കപ്പലിൻ്റെ മാച്ചെ കുറിച്ച് ഓട്ടങ്ങൾ. ഹല്ലേലൂയ. നീ ഓടിയാൽ നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണം. ദൈവത്തെ കുറ്റം പറയരുത്. ഒരു ഉയർച്ചയില്ല, ഒരു അനുഗ്രഹമില്ല, നിങ്ങൾക്കൊരു മാറ്റമില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അന്യ ദൈവങ്ങളെടുത്ത്. ദൈവം അല്ലാതെ തന്നെ യേശുവിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ദൈവത്തെ എങ്ങനെയാണോ കൽപ്പന വേണം നമുക്ക് നോക്കണം, കൽപ്പന അനുസരിക്കണം. ദൈവത്തെ പൂർണ്ണ മനസ്സോട് പൂർണ്ണ ശക്തി പൂർണ്ണ ആത്മാവിൽ, അത് വിഗ്രഹത്തിനകത്തല്ല ഇരിക്കുന്നത്. പൂർണ്ണ മനസ്സും പൂർണ്ണ ശക്തിയും പൂർണ്ണ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹത്തിലിരിക്കുന്ന ആരാധനയല്ല. നിങ്ങൾ പറയുന്ന സ്ഥലത്തും തീർത്ഥാടനം അവിടെ ഇരിക്കുന്നതല്ല, പോണെടുത്തിരിക്കുന്നത് 4 കൊമ്പിരിക്കുന്നതല്ല. പൂർണ്ണശക്തി ഹൃദയത്തിലായിരിക്കുന്ന പൂർണ്ണശക്തി പൂർണ്ണ ആത്മാവിലും ആമേ പൂർണ്ണ ഹൃദയത്തോട് ആരാധിക്കുന്നതാണ് യഥാർത്ഥമായ ശക്തി. നിങ്ങൾ എത്ര തീർത്ഥാടനത്തിന് പോയാലും വിടുതലുണ്ടാവില്ല. നിങ്ങൾ എവിടെയൊക്കെ തീർത്ഥാടനം പോയോക്ക്, ആദ്യം നിന്റെ ഹൃദയം തീർത്ഥാടനം ചെയ്യണം, ശുദ്ധീകരിക്കണം. എന്നിട്ട് ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം പറയാം ഞാൻ ചുറ്റൂല. ദൈവത്തിൻ്റെ ദയ ഉള്ളതുകൊണ്ട് മക്കളെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ. ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വേണം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ വേണം. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? ദൈവം നമ്മളെ ദയ കൊണ്ട് ചുറ്റിയിരിക്കുന്നു. നമുക്കിപ്പോൾ രക്തത്തിളപ്പ് കൊണ്ട് പറയാം, വാങ്ങാൻ എടുക്കാന്നൊക്കെ പറയാം. ചില റോട്ടിലൊക്കെ പോകണ്ടിട്ടില്ലേ, വലുതെടുക്കാൻ പറ്റാതെ എടുത്തുകൊണ്ട് ചുറ്റി കറങ്ങിയിട്ട് ഇതാ വരണമെന്ന് പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടാ? പലതും വന്നിട്ടില്ല. ദൈവം നമ്മളെ ചുറ്റിയിരിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും മറക്കരുത് ദൈവത്തിൻ്റെ ദയ. ദൈവം നിന്നെ ചുറ്റിയത് കൊണ്ടാണ് ഇന്നിവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കണം, ദൈവത്തിൻ്റെ കൃപയിലായിരിക്കണം. ദൈവമക്കളെ ദൈവത്തെ കൂടെ ഒന്ന് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ എണ്ണി പറയുമ്പോൾ നിന്നെ അടിമ വീട്ടിൽ കൊണ്ടുവന്ന നിന്റെ അടിമ വീട് എവിടെയാണ്? മിസ്രൈമാണ്. നീ മറക്കരുത്. നീ അടിമ വീടായിരിക്കുന്ന മിസ്രൈമെ കൊണ്ടുവന്ന ദൈവത്തെ നീ മറന്ന് കളയരുത്. നീ കുഴിക്കാത്ത കിണറും ആമേ, നീ കാണാത്ത തോട്ടവും ആമേ, നിനക്ക് കണ്ണിൽ മനസ്സിൽ ആഗ്രഹിക്കാത്ത സമ്പത്തും സകലതും ദൈവം എന്താ തരുന്ന സകലതും. അതുമല്ല സംരക്ഷണം, ദൈവം സംരക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയ നമ്മളെ ചുറ്റണം. ദൈവമക്കളെ ദൈവം നമ്മളെ സംരക്ഷിക്കണം, നമ്മളെ തലമുറയെ സംരക്ഷിക്കണം, നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കണം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംരക്ഷിക്കണം, ഉറങ്ങുമ്പോൾ സംരക്ഷിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി നിങ്ങൾ ചുറ്റണം. ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പന അനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ. നമ്മൾ ഇന്നലെ വരെ എങ്ങനെ ജീവിക്കാൻ പോട്ടെ, ഇന്നലെ വരെ എങ്ങനെ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ ഇന്നലെ വരെ ജീവിച്ചത് പോട്ടെ, ഈ വചനം ഇന്നലെ വരെ എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇന്നലെ വരെ നിങ്ങൾ പോയ കാര്യങ്ങൾ വിട്ടുകളെ. ഇന്ന് മുതൽ തീരുമാനമെട്, ഞാൻ കൽപ്പന അനുസരിക്കും. നിങ്ങളെ ഹൃദയം പൂർണ്ണമാകണം. ആ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ സ്നേഹിച്ചു തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളെ ഹൃദയം നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങളുടെ വിഷയം സ്നേഹിച്ച് ആ സ്നേഹത്തിന് മേൽ മറുപടി തരും. സ്നേഹിക്കുന്നതിന് വാരി കൊടുക്കും അല്ലേ. ഒരു പയ്യൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ അവൾക്ക് എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കും? കല്യാണം കഴിക്കുന്ന മുമ്പേ വേണമെങ്കിൽ പുത്രികണ്ഠ മരമാണ് എഴുതി കൊടുക്കും. തിരുവനന്തപുരം പുത്രികണ്ഠ മരം അവൾക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കും. അത്ര സ്നേഹമാണ്, വാരി കൊടുക്കും. അവൾ ചോദിക്കണ്ട. ഒരു ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഒരു പെട്ടിയാണ് കൊണ്ട് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഡ്രസ്സ് ചോദിച്ചാൽ ഒരു കട മൊത്തം കൊണ്ട് കൊടുക്കും. ഹല്ലേലൂയ. അതാ ഭയങ്കര സ്നേഹം എന്ന് പറയണത്. അതിനെക്കാട്ടിലും സ്നേഹമാണ്, അതിനെക്കാട്ടി അപ്പുറമായ സ്നേഹമാണ് സ്വർഗത്തിൻ്റെ സ്നേഹം.
ആ സ്നേഹത്തിലാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മുടെ ദയ കൊണ്ട് ചുറ്റും. മറ്റുള്ള ദുഷ്ടന്മാർ തൊടാതെ, ഈ ലോകത്തിൻ്റെ പാവം തൊടാതെ, ഈ ലോകത്തിന് അനർത്ഥം തൊടാതെ, ഈ ലോകത്തിന് കഷ്ടത വരാതെ, ഈ ലോകത്തിൻ്റെ പ്രയാസത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദയ ചുറ്റിക്കൊള്ളും. നമ്മളെ കുടുംബത്തെ സൂക്ഷിക്കും. നമ്മളെ കുടുംബത്തെ ഇന്ന് സമാധാനമായിട്ടിവിടെ ഇരിക്കണമെങ്കിൽ, ഇന്ന് ഇതിനകത്ത് സമാധാനമായിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ നാട്ടിൽ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ മക്കളെ ദൈവം സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ ദയക്കകത്തുനിന്ന് കയറണം. ഈ പുതിയ മാസത്തിലേക്ക് നിങ്ങൾ 5-ാം മാസത്തിലേക്ക് കയറി വന്നിരിക്കുമ്പോൾ പുതിയ മാസത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. പുതിയ മാസത്തിൽ കയറുമ്പോൾ പറ, നീ ദൈവമേ നിന്റെ ദയ എൻ്റെ കൂടെ വരണം. മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുത്. യാത്രയിൽ ദൈവം കൂടെ ഇരിക്കണം. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശമുണ്ടല്ലോ, പാലും തേനും ഒഴുകുന്ന ദേശം ദൈവ മക്കൾക്ക് അവകാശമാണ്. പാലും തേനും മറക്കരുത്. ദൈവത്തെ സ്നേഹിച്ചാ നിനക്ക് പാലും തേനും കുടിക്കാം. നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് കുടിക്കാം? ചാരായം കുടിക്കാം, ശംഭു തിന്നാ, കമ്പ് തിന്നാ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ചാൽ നിനക്കെന്തിനാ? പാലും കുടിക്കാം, തേനും കുടിക്കാം. ദൈവത്തെ വേണ്ടാന്ന് പറഞ്ഞാൽ ചാരായം കുടിക്കാം, ചവച്ചും ചിക്കനും പറഞ്ഞ് തിന്നാം, അതെല്ലാം തിന്നാം. പക്ഷെ അതെല്ലാം വിട്ടാ ദൈവത്തിൻ്റെ സംരക്ഷണമായിരിക്കും. ദൈവത്തെ വിടാ തിന്നും കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് പാണ്ടി ലോറിക്ക് കയറും. ഇന്ന് പലരും അടിച്ചുകൊണ്ടാണ് ചെന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അത് വരാതിരിക്കുവാനാ നീ ദൈവത്തെ സ്നേഹിച്ച് കയറിക്കോ. ദൈവത്തിന് ഇഷ്ടം ചെയ്തോ. ദൈവത്തിന് ദൈവത്തിന് ചുറ്റും നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെ പ്രൊട്ടക്ഷൻ തരുന്നതാണ് സ്വർഗത്തിലെ ദൈവം. ദൈവം നിന്റെ കുടുംബത്തെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. നിന്റെ തലമുറയെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. നിന്റെ മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. നിന്റെ മക്കൾക്ക് എത്ര വയസ്സുണ്ട്? 20, 25 വയസ്സ്, 18 വയസ്സ്. ഇന്ന് നീ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം ചുറ്റിയിരിക്കുന്നു. ഒന്ന് പ്രാർത്ഥന കുറഞ്ഞു നോക്ക്. ഇതേ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ ചെന്ന് നോക്കണം. അട്ടക്കുളങ്ങരെയും പൂജപ്പലക ചെന്ന് നോക്കണം. ആമേ ഇങ്ങനെ കുഞ്ഞ് നിൽക്കണത്. ഹല്ലേലൂയ. അവന് ഊഞ്ഞാലും കെട്ടി കൊടുത്തിട്ടുണ്ട്, ഊഞ്ഞാലിട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഊഞ്ഞാലിട്ടിട്ടുണ്ടോ? ഇതിനകത്താണ് കടന്തയും പാറ്റയും പല്ലിയൊക്കെ കൂട് വയ്ക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെയൊക്കെ പിടിച്ച് എല്ലാം അടയ്ക്കുന്നുണ്ട്. നടന്നുകൊണ്ട് പോയാലും മതി, ഒരു പ്രശ്നമെല്ലാം പിടിച്ച് കയറ്റിക്കോളും. പക്ഷേ തലമുറകൾ പോകാതെ ആമേ നേരെ ചൊവ്വ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദയ, നിന്റെ പ്രാർത്ഥനയാണ്. നിന്റെ തലമുറയ്ക്ക് നീ ഓതിക്കൊടുക്കണം. നിന്റെ മക്കൾക്ക് നീ ഓതിക്കൊടുക്കണം. വചനം പറഞ്ഞ് പഠിപ്പിക്കണം. ചട്ടങ്ങൾ അനുസരിപ്പിക്കണം. കൽപ്പനയ്ക്ക് അനുസരിച്ചാൽ നിന്ന് കഴിഞ്ഞാൽ നന്മ അനുഗ്രഹം വരും. എല്ലാവർക്കും നന്മ അനുഗ്രഹമാണ്. പക്ഷെ നീ ദൈവത്തിന് ചട്ടം അനുസരിച്ച് വരണം. മറക്കരുത് മക്കളെ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ എവിടെ നിന്ന് വന്നു? അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്നാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നുമില്ലായ്മെന്നും ദൈവനെ ഇത്രത്തോളം അനുഗ്രഹിച്ചത് എൻ്റെ അപ്പൻ്റെ കൃപയാണ്. ദൈവം നിർത്തിയ ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് നിങ്ങളെ ഉയർത്തിയ ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ ഒന്നുമല്ല, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഞാൻ നിന്നതല്ല, 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 ഞാൻ നിന്നതല്ല, ഞാൻ നിന്നതല്ല, ഞാൻ നിന്നതല്ല. ഞാൻ നിന്നതാണോ? അല്ല, ദൈവം നിർത്തിയതാ. ഇന്ന് സ്വന്തമായിട്ട് പറയാം, ഞാൻ നിന്നതല്ല, എൻ്റെ അപ്പൻ നിർത്തിയതാ. നിർത്തിയത് കൊണ്ടാണ് നിൽക്കുന്നത്. നിന്നത് കൊണ്ടാണ് വചനം പറയുന്നത്. ഇന്ന് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അപ്പൻ തന്നതാ. അപ്പൻ തരാത്ത ഒരു കാര്യവും എനിക്കില്ല. ഈ പ്രാണൻ വരെ എൻ്റെ അപ്പൻ്റെ വകയാണ്. ഹല്ലേലൂയ. എൻ്റെ എന്ന് പറയുക ഈ ശരീരം അല്ലാതെ ഒന്നുമില്ല. അതുപോലും എൻ്റെതല്ല. ഈ ശരീരം പോലും നമ്മുടേതല്ല. ആണോ? അല്ല. നമുക്ക് സ്വന്തമായിട്ട് പറയാൻ എന്തുണ്ട്? ഒന്നേ ഉള്ളൂ, യേശു ആണെങ്കിൽ പറയാം. യേശുവിനെ സ്വീകരിച്ചെനിക്ക് പറയാം. എൻ്റെ സ്വന്തം എന്ന് പറയാം യേശു മാത്രം. അതില്ലാത്തവർ എന്ന് പറഞ്ഞോ, എൻ്റെ യേശു സ്വന്തമാണ്. ഇന്നലെ വരെ സ്വന്തമായില്ല എങ്കിൽ ഈ വചനം കേൾക്ക പറയണം, യേശു എൻ്റെ സ്വന്തമാണ്. നെഞ്ചിലോട് ചേർത്ത് പിടിച്ച് ആ ദൈവത്തെ ഒന്ന് കെട്ടിപ്പുണർന്ന് നീ സ്നേഹിച്ചാൽ നിനക്ക് നന്മ 1000 വരും. നിന്റെ പ്രശ്നങ്ങൾ മാറും, നിന്റെ കടഭാരം മാറും, നിന്റെ കഷ്ടത മാറും. നിന്റെ മറ്റുള്ളവരെ തല കുനിച്ച് നിൽക്കണ്ട. ആമേ മറ്റുള്ളവരൊക്കെ ഓച്ചാനിച്ച് നിൽക്കണ്ട. തല ഉയർത്തി പിടിച്ച് നിൽക്കാം. ദൈവ സന്നിധിയിൽ തല മുഴങ്കാൽ മടക്കിയാൽ മനുഷ്യൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കണ്ട. തല ഉയർത്തി പിടിച്ച് നിൽക്കാം. ആ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം.
നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം, ഞങ്ങൾ ഇതുവരെ നിർത്തിയനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദയ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കണം. ഇന്ന് സ്വദേശത്തും വിദേശത്തായിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, വിദേശ രാജ്യങ്ങൾക്കും അപ്പൻ്റെ ദയ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈവമക്കളായിരിക്കുന്ന വിദേശത്തായിരിക്കുന്നവരുണ്ട്, അവരെയൊക്കെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെ, മീഡിയയിലൂടെ, യൂട്യൂബിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ദയ കൊണ്ട് ചുറ്റിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അനുഗ്രഹത്തോടെ, പുതിയ നന്മകളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകണം. ഈ വചനം അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.